ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഹാഷ്മി. അല്പസമയത്തിനകം SKN കൂടി നമ്മളോടൊപ്പം ചേരും. അതെ, ഉറപ്പായും അത് നമ്മൾ പറയാൻ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹം എവിടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോ എത്തും. അപ്പോൾ SKN കൂടി എത്തും. നമ്മൾ എന്താണ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഒരുക്കങ്ങൾ, പ്രതികരണങ്ങൾ, അവിടുത്തെ കാഴ്ചകൾ, പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെയൊക്കെ വിശദാംശങ്ങൾ, അതുപോലെ കേരളത്തിൽ നാട്ടിലെ ആഘോഷങ്ങൾ, കേന്ദ്രമന്ത്രിമാരുടെ വീട്ടിലെ പ്രതികരണങ്ങൾ. ഇപ്പൊ ജോർജ് കുര്യന്റെ ഒക്കെ എന്താണ് മന്ത്രിയാവുക എന്നുള്ളത് ജോർജ് കുര്യൻ പോലും അല്പസമയം മുമ്പാണ് അറിഞ്ഞത് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വീട്ടിൽ പോലും അറിഞ്ഞിട്ടില്ല, നാട്ടിലാരും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത്രയും സർപ്രൈസ് ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായും ആ സർപ്രൈസ് സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും വഴിമാറും, അത് ആഘോഷത്തിലേക്ക് മാറും. അപ്പോൾ ഈ സുരേഷ് ഗോപി തൃശ്ശൂരിലടക്കം വലിയ ആഘോഷങ്ങൾ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടക്കാരി പഞ്ചായത്തിൽ, തൃശ്ശൂരിൽ ഒക്കെ അവിടെ നിന്നും ഒക്കെയുള്ള കാര്യങ്ങൾ, ആഘോഷങ്ങളൊക്കെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നു. രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ ഓൾമോസ്റ്റ് പൂർത്തിയാണ്. 68 മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ, സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്യും. അമ്മയ്ക്കും ഭാര്യയ്ക്കൊപ്പം സുരേഷ് ഗോപി ഡൽഹിയിലെത്തി. വകുപ്പുകളെക്കുറിച്ച് അറിയില്ല എന്ന് സുരേഷ് ഗോപി പ്രതികരിക്കുകയാണ്. ഒന്നും ഇപ്പൊ പറയാനില്ല, കാരണം അവിടെ എത്തി വേഗം എത്താൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ല, അതെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുക, അവരത് നൽകും, അത്രയേ ഉള്ളൂ. നൽകും. ആർക്കെ അവിടെ ഒരുക്കങ്ങൾ ഏതുവരെ എന്ന ചോദ്യം ഇനി അപ്രസക്തമാണ്. കാരണം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ എന്താണ് അന്തിമമായി രാഷ്ട്രപതി എത്തണം, മന്ത്രിമാരൊക്കെ അവിടേക്ക് എത്തണം. അതിൻ്റെ സാങ്കേതികമായ നടപടിക്രമങ്ങളെ ബാക്കിയുള്ളൂ. എന്തെങ്കിലും സർപ്രൈസ് അവസാന മിനിറ്റുകളിൽ ബാക്കിയുണ്ടോ ആർക്കെ? എല്ലാവർക്കും സുരേഷ് ഗോപി മലയാളിയോട് സംസാരിച്ച ശേഷം എന്നോട് ബൈറ്റ് എഴുതുമ്പോൾ ബെഡിയ കുച്ച് മാലും നെയ് എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപി. അപ്പോൾ ഇതിനു മുമ്പ് കാര്യമായ പ്രതികരണം നടത്തണ്ട എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് കൂടി തോന്നുന്നു അല്ലേ ആർക്കെ? ഹാഷ്മി, ഇന്ന് ഈ രാവിലെ ഈ ചായ സൽക്കാരത്തിന് വേണ്ടി വിളിച്ചവരോടൊന്നും അവരോട് മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല വിളിച്ചത്. നരേന്ദ്രമോദി അദ്ദേഹത്തിന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കുറെ അധികം എംപിമാരെയും ഒപ്പം എംപിമാരല്ലാത്ത ചിലർ, നമ്മുടെ ജോർജ് കുര്യനെ പോലെയുള്ള ആളുകളെയും അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ചായ സൽക്കാരത്തിന് വേണ്ടിയിട്ട് 11:30 മണിക്ക് ക്ഷണിക്കുന്നു. അതാണ് ഈ മന്ത്രിമാരാകാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് അവർ എന്നുള്ളത് ഒരു പരസ്യമായിട്ടുള്ള രഹസ്യമായിരുന്നെങ്കിലും അത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഈ പട്ടിക രാഷ്ട്രപതി ഭവനാണ് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിജ്ഞാപനവും നടപടികളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരാരും ഈ തങ്ങളെ ഫോൺ വന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വന്നു എന്നുള്ളതല്ലാതെ ഔദ്യോഗികമായിട്ട് അങ്ങനെ സ്ഥിരീകരിക്കാമെന്നും അവരാരും തയ്യാറായിരുന്നില്ല. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പറ്റിയത് ഇന്നിത് ഏതാണ്ട് 9 മണിക്കാണ് ഈ പട്ടിക കൈമാറുന്ന ഒരു സമയം അങ്ങനെ ഉണ്ടായെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് അതിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ്. അദ്ദേഹം BJP നേതൃത്വം കരുതിയത് അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. ചിലർക്കെങ്കിലും അവരങ്ങനെ ധരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ സമയത്തിന് കാര്യങ്ങൾ അറിയിക്കാം എന്ന് കരുതിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കേരളത്തിലായിരുന്ന അദ്ദേഹത്തിന് പിന്നീട് വലിയ ബുദ്ധിമുട്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മാലും നെഹി എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ ന്യായീകരിക്കാനായിട്ട് നോക്കുന്നത്. ഏതായാലും നമുക്ക് ആ പട്ടിക ഒന്ന് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം ഹാഷ്മി. ഇപ്പോഴത്തെ ഒരു അവിടെ പങ്കെടുത്ത ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ആ ഒരു പട്ടിക ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഏകദേശമായിട്ടുള്ള ഒരു രൂപരേഖ ലഭിക്കും. അതിൽ ഗുജറാത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിൽ അമിത്ഷാ പങ്കെടുത്തു, S ജയശങ്കർ ഉണ്ട്, മൻസുഖ് മാണ്ഡവ്യ ഉണ്ട്, CR പാട്ടീലുണ്ട്, നിർഭുവൻ ഉണ്ട്, ഒപ്പം ഒഡീഷയിൽ നിന്നുള്ള അശ്വനി വൈഷ്ണവ് ഉണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന്റെ ഭാഗമായിട്ട് മന്ത്രിസഭയിലെത്തും എന്നാണ് അറിയുന്നത്. ജുവൽ ഒറാം, BJPയുടെ നേതാവായിട്ടുള്ള ജുവൽ ഒറാമും അദ്ദേഹവും ഉണ്ട്. കർണാടകയുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവിടെ നിർമ്മലാ സീതാരാമൻ ഒരുപക്ഷെ ഇത്തവണ മാറി നിൽക്കുമെന്നും സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങുമെന്നും അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചില മാസങ്ങൾ അവധിയിലേക്ക് പോകുമെന്നും ഒക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും നിർമ്മലാ സീതാരാമനും മടങ്ങി വന്നിരിക്കുന്നു. HD കുമാരസ്വാമി, പ്രഹ്ലാദ് ജോഷി, ശോഭ കരന്തലജെ, V സോമണ്ണ, അങ്ങനെ ഉള്ള ആളുകളാണ് ഈ കർണാടകയിൽ നിന്നും വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് പീയൂഷ് ഗോയൽ ഉണ്ട്, നിതിൻ ഗഡ്കരി ഉണ്ട്, പ്രതാപ് റാവു ജാഗ്ദേവ് ഉണ്ട്, ഒപ്പം രക്ഷാ ഖാഡ്സെ ഉണ്ട്, രാംദാസ് അത്തേവാല
അദ്ദേഹവും വീണ്ടും ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഇടം പിടിക്കുന്നുണ്ട്. ഗോവയുടെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ശ്രീപദ് നായിക്ക്, അദ്ദേഹം മുൻപും മന്ത്രിസഭയിലെ അംഗമായിരുന്ന ആളാണ്, ആയുഷിന്റെ ഒക്കെ ചുമതലയൊക്കെ വഹിച്ച ആളാണ്. അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതും കൗതുകമുള്ള കാര്യമാണ്. പതിവ് പോലെ ജമ്മു കാശ്മീരിൽ നിന്ന് ജിതേന്ദ്ര സിംഗ്, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചും അമിത്ഷായെ സംബന്ധിച്ചും വിശ്വസ്തനായിട്ടുള്ള, കഴിഞ്ഞ തവണ പേഴ്സണൽ മന്ത്രാലയം കൈകാര്യം ചെയ്ത ജിതേന്ദ്ര സിംഗ് ഇത്തവണയും മന്ത്രിപദത്തിലേക്ക് വരുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ നിന്ന് JP നദ്ദ, BJPയുടെ ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട വിട്ടുപോകലുണ്ട്. അത് അനുരാഗ് സിംഗ് ഠാക്കൂറിൻ്റെതാണ്. BJPയുടെ യുവമുഖം എന്ന് പറഞ്ഞിരുന്ന അനുരാഗ് സിംഗ് ഠാക്കൂറിന് ഇന്ന് പക്ഷേ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാന ലബ്ധിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ നിന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, സാവിത്രി താക്കൂർ, വീരേന്ദ്രകുമാർ എന്നിങ്ങനെ 4 പേരുടെ പേരുകളാണ് നമുക്ക് സൽക്കാരത്തിൽ പങ്കെടുത്തവരായിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് ഹർദീപ് സിംഗ് പുരി, അദ്ദേഹം നിലവിൽ മന്ത്രിയാണ്. രാജ്നാഥ് സിംഗ്, ജയന്ത് ചൗധരി, ജിതിൻ പ്രസാദ, പങ്കജ് ചൗധരി, BL വർമ്മ, അനുപ്രിയ പട്ടേൽ, ഒപ്പം SP സിംഗ് ബാഗേൽ, കാമീഷ് പാസ്വാൻ അടക്കമുള്ളവരാണ് ഈ ഉത്തർപ്രദേശിൽ നിന്ന് മന്ത്രിപദത്തിലേക്ക് വരുന്നത്. അവിടെ നോക്കേണ്ട ഒരു കാര്യം, ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടായെങ്കിലും ഈ മന്ത്രിമാരുടെ എണ്ണം നൽകുന്നതിൽ ഏതാണ്ട് 8 മന്ത്രിസ്ഥാനങ്ങളോളം ഉത്തർപ്രദേശിന് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് BJPക്ക് ഇനിയും വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് BJP പോകുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ട് കൂടി നമുക്കതിനെ കാണാം. ഇപ്പൊ അമിത്ഷായ്ക്ക് ധനകാര്യമെന്നൊക്കെ കേൾക്കുന്നതാണോ, അതോ ഈ ഹോം, ഫിനാൻസ്, ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫ്ലിംഗ് പ്രതീക്ഷിക്കണോ? ആർക്കെ ഈ അമിത്ഷാ ധനകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു വിദഗ്ധനാണ്. അദ്ദേഹം ഒരുപക്ഷെ കഴിഞ്ഞ ഈ 2019 ഈ ഈ മന്ത്രിസഭ രൂപീകരിക്കുന്ന കാര്യത്തിലും അമിത്ഷാ സഭയിലേക്ക് എത്തിയപ്പോൾ ആദ്യം എല്ലാവരും കരുതിയത് ഈ ധനകാര്യ വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിനായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ നിശ്ചയമായിട്ടും പ്രതീക്ഷിക്കാം. കാരണം ഒരുപക്ഷെ ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള കേന്ദ്ര ഏജൻസികളെക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഇപ്പോൾ ഈ ധനകാര്യ വകുപ്പിന് കീഴിലുള്ള കേന്ദ്ര ഏജൻസികൾ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സഹകരണ വകുപ്പിന് കീഴിൽ ഇതേ മാതൃകയിൽ പുതിയൊരു ഏജൻസി വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ന്യായമായിട്ട് നമുക്ക് ഈ ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ ഒരു വച്ചുമാറ്റം പ്രതീക്ഷിക്കാം. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ക്രിമിനൽ നിയമങ്ങളുടെ BJPയെ സംബന്ധിച്ച് അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട അജണ്ട. ക്രിമിനൽ നിയമങ്ങളുടെ ഒരു പുതിയ രൂപം 3 നിയമങ്ങളുടെ കാര്യത്തിൽ അത് യാഥാർത്ഥ്യമാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കാര്യത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ദൗത്യം ഒരുപക്ഷെ അടുത്ത ഈ ഘട്ടത്തിൽ അത് ധനകാര്യ മന്ത്രാലയത്തിലാണ് ഇടപെടലായി ഉണ്ടാകാൻ സാധ്യത എന്ന വിധത്തിൽ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമായിരിക്കാം. ഏതായാലും തീർച്ചയായിട്ടും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ BJP നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരും അക്കാര്യത്തിൽ അത്ര ഈ ഒരു ചോദ്യത്തോടു കൂടി സുപരിചിതമായിട്ടുള്ള രീതിയിലല്ല പ്രതികരിക്കുന്നത്. നിർമ്മല സീതാരാമൻ മടങ്ങിയെത്തിയിരിക്കുന്നു. അവർ ഇന്നത്തെ ഈ ചായ സൽക്കാരത്തിന്റെ ഭാഗമായിട്ടും പങ്കെടുത്തിട്ടുണ്ട്. മന്ത്രിസഭയിൽ അവർ ഉണ്ടാകും. രാജ്നാഥ് സിംഗ് ഉണ്ട്. രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് വളരെ നന്നായി കൈകാര്യം ചെയ്തു എന്ന പേര് എടുത്തയാണ്. അതുകൊണ്ട് രാജ്നാഥ് സിംഗിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പ്രതിരോധ വകുപ്പ് അദ്ദേഹത്തിന് വീണ്ടും തുടരാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകും. അദ്ദേഹം നേരത്തെ കൈകാര്യം ചെയ്ത ആഭ്യന്തരമാണെങ്കിലും അദ്ദേഹം അത് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോ സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനം വരുന്നത് വരെ അക്കാര്യത്തിൽ കാത്തുനിന്നേ മതിയാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാഷ്മി, വീണ്ടും അധികാരത്തിലേക്ക് നരേന്ദ്രമോദി ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രിയാകുന്ന അല്ലെങ്കിൽ നേതാവാകുന്നു നരേന്ദ്രമോദി. തെരഞ്ഞെടുക്കപ്പെട്ടല്ലേ ഒരു ഇലക്ഷനിലൂടെ 3 തവണ തുടർച്ചയായി വരുന്നു. അടുപ്പിച്ച് 3 തവണ ഹാട്രിക് തികയ്ക്കുന്ന നെഹ്റുവിന് ശേഷമുള്ള ആദ്യ പ്രധാനമന്ത്രി എന്ന ബഹുമതിയുണ്ട്. ഇപ്പോൾ 2014 252, 19 303, ഇക്കുറി അത് 240 കുറയുമ്പോൾ പോലും ഒരു നേരത്തെയുള്ള ഉണ്ടാവുന്നു. പ്രധാനമന്ത്രി വീണ്ടും അടുപ്പിച്ചുള്ള ടൈമിൽ 3 തവണ പ്രധാനമന്ത്രിയാവുന്നു എന്നുള്ള ബഹുമതി ഒരു റെക്കോർഡാണ്, ഒരു നേട്ടമാണ്. അത് ആർക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഘടകകക്ഷികളെ എങ്ങനെ BJP കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ TDP, JDU തുടങ്ങിയ പാർട്ടികളുടെ കാര്യം നമ്മൾ പലകുറി പറഞ്ഞതാണ്. അങ്ങനെ അത്ര വിശ്വസിക്കാവുന്ന ഘടകകക്ഷികളല്ല എന്നത് കോൺഗ്രസിനും BJPക്കും ഒക്കെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ മാനേജ് ചെയ്യാൻ പോകുന്നു എന്നതായിരിക്കുമല്ലോ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ 3ാം ടേമിൻ്റെ ഒരു ഭാവി തന്നെ തീരുമാനിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ എത്ര കണക്കിലെടുത്തിട്ടുണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിൽ എന്നത് ഒരു വലിയ ചോദ്യമാണല്ലോ.
തീർച്ചയായിട്ടും വിജയൻ അക്ഷരാർത്ഥത്തിൽ ഏറ്റവും യുക്തമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണമാണത്. കാരണം വിലപേശാൻ ഇത്ര നന്നായി അറിയാവുന്നത്, അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമ്മർദ്ദം ചെലുത്താൻ ഇത്ര ഭംഗിയായിട്ട് അറിയാവുന്ന നേതാക്കന്മാരുടെ പട്ടികയിൽ മുമ്പിൽ നിൽക്കുന്നവരാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും. ഒരുപക്ഷെ വിജയനും ഹാഷ്മിക്കും ഒക്കെ ഓർമ്മയുണ്ടാകും. നമ്മൾ പലതവണ ഈ ചന്ദ്രബാബു നായിഡുവിന്റെ വാർത്ത കഴിഞ്ഞ 2 വർഷങ്ങളൊക്കെ കൊണ്ട് നൽകുമ്പോൾ BJP ദേശീയ നേതൃത്വത്തിന്റെ അടുക്കെ അവർക്ക് ഒരു സന്ദർശന അനുമതി തേടി ചന്ദ്രബാബു നായിഡു ഡൽഹിയിലേക്ക് എത്തുന്നതും തിരിച്ചു പറക്കുന്നതും ഒക്കെ നമ്മൾ വാർത്തകളിൽ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ ചില കേസുകളും ഒക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അകറ്റി നിർത്തിയ ചന്ദ്രബാബു നായിഡുവിനെയാണ് തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ എത്തിയ സമയത്ത് BJP ഒപ്പം കൂട്ടുന്നതും ഈ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് BJP അത് ചെയ്തത്. അതിന് അനുബന്ധമായിട്ടുള്ള ഫലം അവർക്ക് അവിടെ ലഭിച്ചു. എന്നാൽ അത് മുൻനിർത്തിക്കൊണ്ടാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ BJP നേതൃത്വത്തോട് വിലപേശിയത് ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറ്റു പല ആവശ്യങ്ങളും അദ്ദേഹം മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ പൂർവ്വമായി പരിഗണിക്കാം എന്ന് BJP ദേശീയ നേതൃത്വം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ക്യാബിനറ്റ് മന്ത്രിമാർ 3 പേർ വേണം എന്ന് ആവശ്യമായിരുന്നു ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ചത്. ഒപ്പം സഹമന്ത്രിമാരായിട്ടുള്ളവർ 2 പേർ വേണം, ഒരു സ്വതന്ത്ര ചുമതല, ഇങ്ങനെയായിരുന്നു മുന്നോട്ട് വെച്ചത്. ഒപ്പം സ്പീക്കറും. ഇത്രയും വിപുലമായിട്ടുള്ള 16 അംഗങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ആ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും ചോദിച്ചത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് ഈ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഒരു ക്യാബിനറ്റ് പദവി, ഒരു സഹമന്ത്രി പദവി എന്ന വിധത്തിലേക്ക് ചന്ദ്രബാബു നായിഡുവിന്റെ ചിന്തകളെ കൊണ്ടുവരാനായിട്ട് BJP ദേശീയ നേതൃത്വത്തിന് സാധിച്ചു. എന്നാൽ സമാനമായിട്ട് ചില ഉറപ്പുകൾ ഈ ദേശീയ നേതൃത്വം ചന്ദ്രബാബു നായിഡുവിന് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി മുതൽ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പാക്കേജ് പദവി അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ആ തീരുമാനം ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ധനകാര്യ വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനം അടക്കം ചോദിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. ആദ്യം ധനമന്ത്രി ചോദിച്ചു, അത് കിട്ടാതായപ്പോൾ സഹമന്ത്രിയെങ്കിലും വേണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതും പക്ഷേ ഫലവത്തായില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ച. ഏതായാലും അദ്ദേഹം ആവശ്യപ്പെട്ട വകുപ്പുകളിൽ IT ഉണ്ടായിരുന്നു, നഗരകാര്യ വികസനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് നഗരകാര്യ വികസനം വലിയ പ്രാധാന്യമാണ്. അമരാവതി ഒരു സംസ്ഥാന തലസ്ഥാനമാക്കി നിർമ്മിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ അപ്പുറത്ത് ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാർ JDUവിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 അംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിലപേശൽ ശക്തിയും ഇത്തവണ വളരെ വലുതായിരുന്നു. BJP നേതൃത്വം അദ്ദേഹത്തെ പലതവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ റാലികളിൽ പോലും നിതീഷ് കുമാറിനെ പങ്കെടുപ്പിക്കാത്ത വിധത്തിലുള്ള റാലികളായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേവല ഭൂരിപക്ഷം BJPക്ക് ഇല്ലാതായത് വന്നതോടെ നിതീഷ് കുമാറിനെ ആശ്രയിച്ചേ മതിയാകൂ എന്ന് BJP ദേശീയ നേതൃത്വം നിർബന്ധിതരായിരിക്കുന്നത്. നിതീഷ് കുമാറും ആവശ്യപ്പെട്ടത് 2 ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും അടക്കമുള്ള ഒരു സ്വാഭാവികമായി അവർക്ക് സീറ്റെണ്ണം കൂടുമ്പോൾ വിജയകുമാർ ഇവിടെ ഘടകകക്ഷി മന്ത്രിമാരുടെ ഒരു ഏകദേശ ലിസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. TDPയുടെ K രാമോഹൻ നായിഡു, TDPയുടെ തന്നെ ചന്ദ്രശേഖർ പെമ്മസാനി, JDU ലല്ലൻ സിംഗ്, JDUവിന്റെ രാംനാഥ് താക്കൂർ, RLDയുടെ ജയൻ ചൗധരി, LJP RV ഗ്രൂപ്പിൽ ചിരാഗ് പാസ്വാൻ, ശിവസേനയുടെ പ്രതാപ് റാവു ജാദവ്, ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവ് ജിതാൻ റാം മാഞ്ചി, മുൻ മുഖ്യമന്ത്രി AJSU ചന്ദ്രപ്രകാശ് ചൗധരി, RPയുടെ രാംദാസ് അത്താവലെ, അപ്നാദൾ അനുപ്രിയ പട്ടേൽ, HD കുമാരസ്വാമി JDS. ഇത്രയും 12 പേരുടെ പേരാണ് പ്രോബബിൾ മിനിസ്റ്റേഴ്സ് ഇൻ മോഡി 3.0 ഇന്ത്യ അലീസ് എന്ന് പറയുന്നത്. കാര്യത്തിലൊക്കെ ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ ചിരാഗ് പാസ്വാന് ഊർജ്ജ വകുപ്പ് തന്നെ ലഭിച്ചേക്കും എന്ന് സൂചന വരുന്നു. അതിനുള്ള വരുന്ന കല്ലുകടി NCPയുടെ കാര്യത്തിലാണ്. NCP അജിത് പവാർ പക്ഷത്തിന് ക്യാബിനറ്റ് പദവി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി തരാം, അത് വേണ്ട എന്ന് പറഞ്ഞ് പിണങ്ങി എന്നാണ് കേൾക്കുന്നത്. നേരത്തെ പറഞ്ഞത് സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പ് ഓഫർ ചെയ്തു, അവർ നിരസിച്ചു. ഇപ്പോൾ കേൾക്കുന്നു അടുത്ത ഘട്ടത്തിൽ മന്ത്രിസഭ വികസിപ്പിക്കുമ്പോൾ അത് പരിഗണിക്കാം. പക്ഷേ അവർക്കൊരു പിണക്കമുണ്ട്. മാത്രമല്ല അവരുടെ തോൽവിയുടെ കാര്യത്തിലും അവർ പ്രതിഷേധം ഉയർത്തുകയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് NCPയുടെ അതൊരു പ്രധാനപ്പെട്ട നോക്കേണ്ടതാണ്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ചർച്ചകൾ കൂടി ഇതിന്റെ ഭാഗമായിരിക്കും. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ 2 വട്ടം തൃശ്ശൂരിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും 3ാം വട്ടം വിജയം സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു. ചലച്ചിത്ര താരത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വളർന്ന സുരേഷ് ഗോപി SFIയിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് എന്നത് ഒരു കൗതുകമാണ്. കൊല്ലം ഫാത്തിമ കോളേജിൽ SFIയുടെ പാനലിൽ സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ക്ലാസ് പ്രതിനിധിയായി വിജയിച്ച രാഷ്ട്രീയ ജീവിതം ആരത്തിൽ തുടങ്ങുന്നത്. കോൺഗ്രസിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. K കരുണാകരനുമായിട്ടും കുടുംബവുമായിട്ടും വലിയ ബന്ധം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം അദ്ദേഹം നന്ദി പറയുന്നവരിൽ K കരുണാകരന്റെ പേരുണ്ട്, നായനാരുടെ പേരുണ്ട് അല്ലേ? അത് ഓർത്തു വെക്കുന്നു.
പൂർവ്വകാലങ്ങൾ ഓർത്ത് വെക്കുക. പഴയകാലം മറന്നിട്ടില്ല. അതെ. ഇതിൽ വന്ന വഴി വളരെ മറന്നിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ള ഹാഷ്മി, ഇപ്പോൾ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രിയാകുന്നു, ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്രമന്ത്രിയാകുന്നു. അപ്പോൾ BJP-യിലേക്ക് പുതിയ അധ്യക്ഷൻ ആര് എന്ന ചോദ്യത്തിന് നേരത്തെ കേട്ട പേരുകളിൽ 2 പേരാണ്. അത് 2 പേരും ക്യാബിനറ്റിലേക്ക് വരുന്നു. നദ്ദ ഒരു ടൈം കൂടി ഇല്ല, അദ്ദേഹം. അപ്പോൾ ആരായിരിക്കും BJP-യുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും RSSന്റെ ഒരു തീരുമാനം ഉണ്ടാകുമല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്നും ഒരുപക്ഷെ നമുക്ക് പേര് കേട്ട് പരിചിതനല്ലാത്ത പെട്ടെന്ന് ഒരാൾ വന്നിരിക്കാനും സാധ്യതയില്ലാതില്ല, തള്ളിക്കളയാൻ കഴിയില്ല. വിജയ് പറഞ്ഞതോടൊപ്പം തന്നെ അനുരാഗ് താക്കൂർ ഇല്ല. അതെ. എവിടെയാണ് നമ്മുടെ അമേഠിയിൽ തോറ്റ സ്ഥാനാർത്ഥിയില്ല, സ്മൃതി ഇറാനി ഇല്ല, പുരുഷോത്തം റൂപാല ഇല്ല. പുരുഷോത്തം റൂപാല അവിടെ ആ പ്രതികരണത്തിന്റെ പേരിൽ ഗുജറാത്തിലൊക്കെ വലിയ തിരിച്ചടിയും ഒരുപക്ഷെ കോൺഗ്രസിന് ആ സീറ്റ് കിട്ടാൻ, ഗുജറാത്തിലെ ഒരു സീറ്റ് കിട്ടാൻ തന്നെ കാരണം റൂപാലയുടെ. അപ്പോൾ അങ്ങനെ ചില മാറ്റി നിർത്തൽ കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോൾ സംഘടനാ തലത്തിൽ വരാൻ പോകുന്ന അഴിച്ചുപണി? ഈ തിരിച്ചടി നേരിട്ട ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ BJP-യുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നതൊക്കെ ഈ മന്ത്രിസഭാ രൂപീകരണത്തിനൊപ്പം തന്നെ ശ്രദ്ധേയമാകുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ്. കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അപ്പോൾ അതൊക്കെ ചേർത്താണ് ഇനി മുന്നോട്ട് പോകുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കും ഡൽഹിയിലെ മറ്റ് വർത്തമാനങ്ങളിലേക്കും വരും. ചെറിയ ഇടവേളയ്ക്ക് വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ അല്ലെങ്കിൽ NDA സർക്കാരിന്റെ അധികാരം ഏറ്റെടുക്കൽ അല്പസമയത്തിനകമാണ്. ഇപ്പോൾ 5:30 7:15 അതിന്റെ ചടങ്ങുകൾ, അതിന്റെ പ്രധാനമന്ത്രി അടക്കം സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് 56 മുതൽ 60-ലധികം മന്ത്രിമാർ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് കേൾക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാകും ആ സത്യപ്രതിജ്ഞ. അതിനുശേഷം രാഷ്ട്രപതിയുടെ ചായ സൽക്കാരം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നടുവിൽ ഇക്കുറി സമവായ സർക്കാർ എന്നുള്ളതാണ് പ്രത്യേകത. സഖ്യകക്ഷികൾക്കൊപ്പമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ മാത്രം പോർട്ട്ഫോളിയോയിലടക്കം തീരുമാനമുണ്ടാകുന്നു. അപ്പോഴും വിജയകുമാർ ഇവിടെ NCP അവർ അതിർത്തി പരസ്യമാക്കുകയാണ്. സഹമന്ത്രി സ്ഥാനം സ്വീകാര്യമല്ല. കേന്ദ്രം ക്യാബിനറ്റില് വലിയ വകുപ്പുകൾ എന്ന് വെച്ചാൽ വ്യോമയാന അടക്കമുള്ള വലിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്. ഇനിയിപ്പോൾ ഒരു സഹമന്ത്രി പദവിയിലേക്കൊന്നും തിരികെ പോകാൻ പറ്റില്ല. പിന്നെ അവരുടെ ബാർഗൈനിങ് പവർ മറ്റ് ഘടകകക്ഷികളെ അപേക്ഷിച്ച് കുറവാണ്. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. എന്തായാലും അക്കോമഡേറ്റ് ചെയ്യുമെന്ന് കരുതാം. അല്ല, എന്ന് പറഞ്ഞാൽ ഇപ്പം സ്മൃതി ഇറാനി അടക്കം രാജീവ് ചന്ദ്രസേന അടക്കം തോറ്റവരെ ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നാൽ അത് ഒരുപക്ഷെ ജനവിധിക്കെതിരായിരിക്കുമോ എന്നൊരു ചിന്തയൊക്കെ BJPക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ മന്ത്രിസഭാ വികസനത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ പുനഃസംഘടനാ സമയത്ത് ഇവർക്ക് വീണ്ടും വന്നേക്കാമെങ്കിലും തൽക്കാലം തോറ്റവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും NCPക്ക് അങ്ങനെ ബാർഗൈനിങ് പവർ ഉണ്ടാകാൻ പറ്റില്ല. അല്ലെ, ഈ സമവായ സർക്കാർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും മന്ത്രിസഭാ രൂപീകരണത്തിൽ പോലും ഈ സമവായം എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ സ്മൃതി ഇറാനി ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ പരാജയപ്പെട്ടവരൊക്കെ ക്യാബിനറ്റിലേക്ക് വരുമ്പോൾ ഈ പ്രതിച്ഛായ നഷ്ടം തുടങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. അതിപ്പോൾ ജനവിധിക്കെതിരാവണ്ട. ഇപ്പോൾ തോൽക്കുന്നത് പറഞ്ഞാൽ ജനവിധി അവർക്കെതിരാണ്. അപ്പോൾ അങ്ങനെ ജനവിധിയിൽ തോറ്റവരെ അങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്നുള്ള ഒരുപക്ഷെ പുനഃസംഘടനയിൽ ഇവർക്ക് വന്നുകൂടായൊന്നുമില്ല. അല്ലേ, സാധ്യതയുണ്ട് ഇപ്പോഴും. ഇവിടെ ഒരു കണക്ക് വരുന്നത് BJPയുടെ 46 MPമാരിൽ ബീഹാറിൽ നിന്ന് UPയിൽ നിന്ന് 8 വീതം, മധ്യപ്രദേശ് 4, 3 കർണാടക, 2 ബംഗാൾ, മഹാരാഷ്ട്രയിൽ ഗുജറാത്തിൽ നിന്നും 6 വീതം, JDU-വിനും TDPക്കും 2 മന്ത്രിമാർ, മൊത്തം 21 പുതിയ മന്ത്രിമാർ എന്നൊരു സ്റ്റാറ്റിക്സ് വന്നു. വായിച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കണക്ക് വായിക്കുന്നതിന് ഒപ്പം SKN കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. SKN വെൽക്കം. അങ്ങോട്ട് സത്യപ്രതിജ്ഞ വരെ നീണ്ടു നിൽക്കുന്ന യാത്ര തുടങ്ങിയാലോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജീവനോടുണ്ട്. പോയെന്തോ അല്ലേ? കാര്യങ്ങളൊക്കെ എവിടെയായി? കാര്യങ്ങൾ ഇപ്പോ ഏതാണ്ട് 5:30 അപ്പോ അവിടെ സത്യപ്രതിജ്ഞയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമാണ്. എല്ലാം പരിശോധിച്ചു. എല്ലാം സൂപ്പറാണ്. ഒരു പിഴവും ഇല്ലെന്ന് ഉറപ്പുവരുത്തില്ല. അപ്പൊ 7:15 നടക്കും. നടന്നേ പറ്റൂ. മാറ്റമൊന്നുമില്ല. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കുറച്ചു നേരം ഉറങ്ങി. ഉറങ്ങി ഞാൻ TV-ലേക്ക് നോക്കുമ്പോൾ ജോർജ് കുര്യൻ മന്ത്രി ഞാനൊന്ന് ഞെട്ടി. പിന്നെ എഴുന്നേറ്റ് നോക്കി. കറക്റ്റാണ്. നമ്മളും ഒന്ന് ഞെട്ടിയാണ്. നമ്മളുടെ ഇന്നലെ ഒന്നും കൊടുത്ത പേരില് ഒരു പേര് അദ്ദേഹം ജോർജ് കുര്യന്റെ ഫാമിലിയില് അവര് പറയുന്നത് ഇതുവരെ ജോർജ് കുര്യൻ ഈ വിവരം അവരെ വിളിച്ചു പറഞ്ഞിട്ടില്ല. അല്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു വിവരം പിന്നാമ്പുറങ്ങൾ കേട്ടു. ഹാഷ്മി താജ് ഇബ്രാഹിം ഇന്നത്തെ എൻകൗണ്ടറിൽ ഗസ്റ്റായിട്ട് ഡയൽ ചെയ്തു. നമ്മൾ രാവിലെ BJPയുടെ ജോർജ് കുര്യനാണ്, കോൺഗ്രസിന് ദീപ്തി മേരി വർഗീസ്, CPM ബിജു കൊണ്ടൊക്കെ 3 പേര് ഗസ്റ്റിനെ തരിക. അപ്പൊ രാവിലെ 14 ജോർജ് വിളിച്ചു. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. സാധനം എടുക്കുന്ന ഫോൺ കിട്ടിയ നോക്ക് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി. ഒരു കാര്യം ചെയ്യൂ, ഡൽഹിയൊക്കെ പറഞ്ഞോളൂ, അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ എല്ലാവരും BJPയുടെ സംസ്ഥാന നേതാക്കളൊക്കെ ഇന്നലെ ഡൽഹിക്ക് പോയി സത്യപ്രതിജ്ഞ. ജോർജ് കുര്യൻ ഇന്ന് അത്ര പോയത്. അപ്പൊ ജോർജ് സുരേഷ് ഗോപി അല്ല, അത് അവിടുന്ന് വന്നതാണ്. ഡൽഹിയിൽ നിന്ന് ആരോടും പറയാതെ ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ചു. അല്ല, ജോർജ് 2 മക്കളാ. ഒരാൾ കാനഡയിൽ, അവൻ
ഇതുവരെ അറിഞ്ഞിട്ടില്ല മന്ത്രിയായ കാര്യം. അവിടെ രാത്രിയാ അവർ ഉണർന്നു കഴിഞ്ഞാൽ അറിയുള്ളൂ ഭാര്യ പറയുന്നത്. ഓക്കെ, സർപ്രൈസ്. ഇന്നിപ്പോ രാവിലെ നമ്മൾ കണ്ടൊരു കാര്യം, അതായത് സുരേഷ് ഗോപിയുടെ വീട്ടിൽ കൊണ്ട് നമ്മുടെ ക്യാമറമാൻ ഫ്രെയിം വെച്ചിരിക്കുക. അപ്പം ഫ്രെയിം വെച്ചുകൊണ്ടിരിക്കുമ്പം ഒരാള് അവിടെ നിന്നുകൊണ്ട് പറയാണെന്ന്, സുരേഷ് നിങ്ങൾ നേരെ വെച്ചാൽ പോരാ, അതേ അപ്പുറത്തൂടെ ചിലപ്പോൾ പോയെന്ന് വരുമോ, പിന്നെ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ കേന്ദ്രമന്ത്രിയാവും എന്നാണ് ചോദിച്ചത്. അപ്പൊ സുരേഷ് ഗോപി ഡൽഹിയിലെത്തി, നമുക്ക് ആശ്വാസമായി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വകുപ്പ് ഏതാണെന്ന് അറിയത്തില്ല, എയർപോർട്ടിൽ ഇറങ്ങി വളരെ സന്തോഷമായി അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും രണ്ട് മന്ത്രിമാർ മൂന്നാം ഊഴത്തിൽ അല്ലേ? ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കൗണ്ടിങ്ങിനൊക്കെ കണ്ടതാ, നമ്മൾ മൂന്നുപേരും കൗണ്ടിങ്ങിന് യഥാർത്ഥത്തിൽ ആരാണ് അധികാരത്തിൽ വരുന്നതെന്ന് അറിയുന്നത് വരെ നമ്മൾ നിന്നു അല്ലേ? നമ്മൾ അത് കഴിഞ്ഞിട്ടാ പോയത്. മാത്രമല്ല പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ കൗണ്ടിങ് ഡേയുടെ പ്രകടനങ്ങൾ എന്നാണല്ലോ അതിനിപ്പോൾ പറയുന്നത്. പ്രകടനങ്ങളെ കൂടിയാട്ടം പല പേരുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമായി, പ്രേക്ഷകർ നമ്മോടൊപ്പം സഞ്ചരിച്ചു. നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെ നിന്നു. ആ കാര്യത്തിൽ പ്രേക്ഷകർക്ക് ഈ അവസരത്തിൽ അല്ലേ, ഈ മന്ത്രിസഭ അധികാരത്തിൽ നിൽക്കുന്ന ഈ നല്ല ദിവസം നമ്മൾ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുന്നു. അങ്ങനെ ഉപചാരപരമാക്കേണ്ട നമ്മുടെ ബന്ധം, എന്നാൽ പോലും അല്ലേ നമ്മൾ നന്ദി പറയുന്നത്. താങ്ക്സ് ടു ആൾ. അപ്പോൾ ഇത് വലിയ പ്രശ്നമായി കേട്ടോ. നമ്മളൊരു 50 കുടയുടെ പേര് അനൗൺസ് ചെയ്തു. ഇത് കുട പോലെ പ്രശ്നമായ ഒരു പ്രശ്നം നമുക്ക് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ കുടയുണ്ടെങ്കിൽ ഒരു 2 കോടി കുട ചിലവാകും. അത് പ്രശ്നമായതാ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, മാത്രമല്ല ഈ കുടയ്ക്കൊക്കെ ഇത്രയും മാർക്കറ്റ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, അതായത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ടല്ലോ, തെരഞ്ഞെടുപ്പുകൾ വരും, അതുപോലെ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനം 23-ാം തീയതി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വരുന്ന സ്ഥിതിക്ക് നമുക്ക് കുട പോലുള്ള സാധനങ്ങൾ നമുക്ക് കൊടുക്കാതെ ഓക്കെ, നമ്മുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആഷ്മി യു ക്യാൻ കണ്ടിന്യൂ. അപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യൻ മന്ത്രിയാകും എന്ന കാര്യം സർപ്രൈസ് മന്ത്രി, ഒരു സർപ്രൈസ് കേന്ദ്രമന്ത്രി നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ ജോർജ് ഇല്ല, അതല്ല അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ജോർജിന്റെ ഫോൺ എടുക്കാത്ത എന്താ അറിയാൻ പല BJP നേതാക്കളെ വിളിച്ചു. സാർ നമുക്ക് ഏറ്റവും ഗസ്റ്റ് വേണമല്ലോ, വിളിച്ചപ്പോഴത്തേക്ക് അവരൊന്നും അറിഞ്ഞിട്ടില്ലേ ജോർജ് കേന്ദ്രം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതാരും അപ്പൊ അത് അറിഞ്ഞത് നരേന്ദ്രമോദിയുടെ ചായ സൽക്കാരത്തിൽ ജോർജ് കുര്യൻ പങ്കെടുത്തപ്പോഴേക്കാണ്. ക്യാമറ നോക്കിയപ്പോഴത്തേക്ക് ബാക്കിൽ അറിയാവുന്ന പരിചയമുള്ള ഒരാളിരിക്കും. നോക്കിയപ്പോൾ ജോർജ് കുര്യൻ. സത്യം അങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ, വളരെ അല്ലെ, ഒരു എപ്പോഴും നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്, വിളിച്ചാൽ വിളിപ്പുറത്തുള്ള പ്രേക്ഷകർ എന്ന് പറഞ്ഞു. ഒരു പൊതുപ്രവർത്തനം വളരെ ലാളിത്യമുണ്ട്, ഒരു തർക്കമില്ല. മാത്രമല്ല അദ്ദേഹം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ വിജയകുമാർ പറഞ്ഞ കാര്യം തന്നെ, അദ്ദേഹത്തിന്റെ ധർമ്മഭക്തി പോലും അറിഞ്ഞിട്ടില്ല അല്ലേ? കാരണം നമ്മൾ ആരായാലും പതുക്കെ പോയി ഒരു ഫോണിൽ കൂടെ വിളിച്ചു പറയും, ഇങ്ങനെ ആവുന്നുണ്ട് നീ നോക്കിക്കോണം TV-യിൽ എന്ന് പറയും. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഭാര്യ പറഞ്ഞു ഞങ്ങൾ ആ കുറച്ച് സമയം ഒരുമിച്ച് ഉണ്ടായിട്ട് പോലും ഉള്ളൂ. അതേ തുടക്കം മുതലേ RSS BJP ചെറിയ ആളല്ല, പട്ടാളമാണ്, ലഫ്റ്റനന്റ് കേണൽ ആയിരുന്നു ഭാര്യ. ആ ഭാര്യയോടായിട്ട് പോലും വിളിച്ചു പറഞ്ഞില്ല. ഓക്കെ, ഒരു പട്ടാള ബാരക്കിലൊന്നും രാജഗോപാല് കേന്ദ്രമന്ത്രിയായപ്പോൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി അദ്ദേഹത്തിന് ഒരു ഭരണ പരിചയമുണ്ട്. പിന്നെ ന്യൂനപക്ഷ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്നു, വൈസ് ചെയർമാൻ. ഭരണ പ്രാഗൽഭ്യവും പരിചയമുണ്ട്. എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല കേരളത്തില് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ BJPക്ക് ചിലപ്പോൾ തുണയായി എന്ന് വരും. ഭാഷാ പ്രാവീണ്യം, പല ട്രാൻസ്ലേറ്ററായി നമുക്ക് കാണാറുണ്ടല്ലോ. അപ്പൊ കാസർഗോഡ് എന്നുള്ള ആഘോഷത്തിന്റെ തുടങ്ങി. യഥാർത്ഥത്തിലെ മൂന്നാമത്തെ അല്ലേ മോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ആഘോഷം കാസർഗോഡ് ആരംഭിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ കേരളത്തിൽ ആകെ ഒരു ഇളക്കം ഉണ്ടെന്ന് അല്ലേ? ഉറപ്പായും BJP കേന്ദ്രങ്ങളൊക്കെ വലിയ ആഘോഷത്തിലാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ അതിന്റെ ഒരു കേന്ദ്രമാണ്. ചെറിയ ചെറിയ പ്രകടനങ്ങളൊക്കെയായി നമ്മൾ രാവിലെ മുതൽ തന്നെ തൃശ്ശൂർ പലയിടത്തും കാണുന്നുണ്ട്. ഇന്ന് ന്യൂയോർക്കിൽ കളി നടക്കുന്നുണ്ടല്ലേ? 8 മണിക്ക് തുടങ്ങും, 7:15 സത്യപ്രതിജ്ഞ തുടങ്ങും. അപ്പൊ ഈ മൂത്ത കളി നിങ്ങൾ കുറച്ച് മാറ്റി വെച്ച് കണ്ടാലും മതി അല്ലേ? ഇന്ന് ഇന്ത്യയുടെ ഈ അധികാരത്തിൽ വരുന്ന ഈ മന്ത്രിസഭയാണ് ഏറ്റവും വലിയ വാർത്താവിശേഷം. മാത്രമല്ല ലോകമെമ്പാടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാം മോദി മന്ത്രിസഭ എന്ന്. മാത്രമല്ല ഘടകകക്ഷികളുടെ പിൻബലത്തോടെ തന്നെയാണ് ഇപ്പോൾ അധികാരത്തിൽ അദ്ദേഹം വരുന്നത് എന്ന പ്രാധാന്യവും ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സമവായ സർക്കാർ എന്ന് പറയുന്നത്. സഖ്യകക്ഷികൾക്കുള്ള സീറ്റുകൾ വലിയ കല്ലേടി ഇല്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും NCP അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ക്യാബിനറ്റ് വേണം, അത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. അപ്പോൾ തൽക്കാലം ഞങ്ങൾ പിണങ്ങി നിൽക്കുക എന്നുകൊണ്ട് പട്ടേൽ അതിർത്തി പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷേ രക്ഷയില്ല. പക്ഷേ ഇത് ഈ പുതിയ ചുമതല ജോർജ് കുര്യൻ ലഭിച്ച ഈ മന്ത്രിസ്ഥാനം ദൈവനിശ്ചയമാണെന്നാണ് ആ ജോർജ് കുര്യന്റെ ഭാര്യ അന്നമ്മ പറഞ്ഞത്. അതവർക്ക് ഈ സ്ഥാനം കിട്ടിയില്ലെങ്കിലും സന്തോഷം ഉണ്ടാകും. അവർ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനാണ് അംഗീകാരം.
സ്ഥാനത്തിനല്ല. ദൈവം ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ഏൽപ്പിക്കുന്നുണ്ട്. അത് എത്രമാത്രം അവർക്ക് സംതൃപ്തി ഉളവാക്കി ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ, അതിലൊക്കെയാണ് നേട്ടം എന്നുള്ളത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി ജോൺസൺ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ ടോബി ജോൺസൺ, എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് കോട്ടയത്തൊക്കെ വലിയൊരു ആഘോഷമായിരിക്കും. കാണക്കാരി പഞ്ചായത്ത്, കാണക്കാരി അവിടെ ആകെ ആഘോഷത്തിൽ പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരെയും മിസ്റ്റർ ജോർജ് കുര്യൻ നിങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു. സുനേരി ബാഗിൽ ജോർജ് കുര്യൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം സത്യപ്രതിജ്ഞാ വേദിയിലേക്കുള്ള യാത്ര പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ഫോട്ടോ സെഷനാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, അതുപോലെ കോട്ടയത്തെ ഒക്കെ നേതാക്കളൊക്കെ ഉണ്ട്. കോട്ടയം ജില്ലയിലെ ബിജെപിയുടെ അധ്യക്ഷനും നേതാക്കന്മാരുണ്ട്. അപ്പോൾ ടോബി റെഡിയാണ് സ്കെയിൽ. ടോബി പറഞ്ഞോളൂ. ടോബി, മൊത്തം ആകപ്പാടെ എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ആശങ്കയിലാണ് എല്ലാവരും. എന്തായാലും ആ വാർത്ത ഇപ്പോൾ എല്ലാവരും മനസ്സിലേക്ക് എടുത്ത് അത് അംഗീകരിച്ചിരിക്കുന്നു. പി ജെ കുര്യൻ, കാണക്കാരി പ്രദേശത്തുള്ള അവരുടെ നാട്ടുകാരനായിട്ടുള്ള പി ജെ കുര്യൻ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല. ഹോളിംഗ് ബെൽ അടിച്ച് ഇവിടെ അന്നമ്മച്ചേച്ചിയെ വിളിച്ചപ്പോൾ ആ പുള്ളിക്കാരി പോലും അറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായോ. ഉച്ചയ്ക്ക് എന്നെ വിളിച്ചതാണല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് പുള്ളിക്കാരി നമ്മളോട് ആദ്യം പറഞ്ഞത്. അത്രത്തോളം അമ്പരന്ന് നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനലബ്ധിയാണ്. അതിൻ്റെ ഒരു ആശങ്കയും അമ്പരപ്പും എല്ലാം ഉണ്ട്. എന്തായാലും അവരതിൻ്റെ സന്തോഷത്തിലേക്ക് അത് വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോഴും ഒരു ഫോൺ കോൾ വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വീട്ടുമുറ്റത്ത് ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്, BJP പ്രവർത്തകർ എത്തിയിട്ടുണ്ട്, നാട്ടുകാരെത്തിയിട്ടുണ്ട്. അവരെല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ്. എത്രത്തോളം സന്തോഷമുണ്ട്? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ മെമ്പറാണ്. 2 പ്രാവശ്യം മത്സരിച്ചപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ വിജയിക്കുന്നതിന് വേണ്ടി സഹായിച്ച വ്യക്തിയാണ് നമ്മുടെ കേന്ദ്രമന്ത്രിയായ ജോർജ് ചേട്ടൻ. ഞങ്ങളെല്ലാം വിളിക്കുന്ന ജോർജ് ചേട്ടനാണ്. അവരുടെ ആദർശധീരമായ പ്രവർത്തനത്തിൻ്റെയും വിനയത്തിൻ്റെയും ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഈ കേന്ദ്രമന്ത്രി സ്ഥാനം. അതിൽ ഞങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുന്നു. സന്തോഷം പറഞ്ഞറിയിക്കാൻ വിധത്തിൽ. അറിഞ്ഞപ്പോൾ വിശ്വസിച്ചു? ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല, പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു കേട്ടാണ് വിശ്വസിച്ചത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള ഒരാൾക്ക്, നമ്മുടെ ജോർജ് സാറിന് ഈ സ്ഥാനം കിട്ടിയ വളരെ സന്തോഷിക്കുന്നു. പഞ്ചായത്തിനെ കൂടി ഒരു അംഗീകാരമാണ്. തീർച്ചയായിട്ടും. അതെ, എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ അന്നമ്മച്ചേച്ചിയുടെ പ്രതികരണങ്ങൾ നൽകിയിരുന്നു. അവർ വിശ്വസിച്ചിട്ടില്ല. നമ്മളിവിടെ വന്ന് വിളിക്കുമ്പോഴാണ് അവർ പോലും അറിയുന്നത്. പലതവണ നമ്മൾ സാധാരണ ഗസ്റ്റ് വെക്കാനൊക്കെയാണ്, യാത്രയിലെ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇവിടെ എത്താറുള്ളത്. അങ്ങനെ വന്നതാണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അതല്ല, അതിനപ്പുറത്തേക്ക് വലിയൊരു സ്ഥാനലബ്ധി, ഇത്തരത്തിലുള്ളൊരു അംഗീകാരം ലഭിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ ഈ സുരേഷ് ഗോപിയുടെ വിജയവും അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളുടെയൊക്കെ ഒരു പിന്തുണയും BJPക്ക് കൂടി വരുന്നു എന്ന് BJPയുടെ സംസ്ഥാന നേതാക്കളെല്ലാം പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം കൂടി എത്തുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നോ ഇന്നലെയോ BJPയിലേക്ക് കടന്നു വന്ന ഒരാളല്ല SKN ജോർജ് കുര്യൻ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ BJPയുടെ തുടക്കം മുതൽ തന്നെ, അന്നു മുതൽ തന്നെ, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 4 പതിറ്റാണ്ട് മുമ്പായി തന്നെ അദ്ദേഹത്തിൻ്റെ സജീവ പ്രവർത്തനം, ഈ ഒരു പ്രവർത്തകനായി ഇതിനുവേണ്ടി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളെന്നുള്ളൊരു ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾക്കൊക്കെ അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹവും എല്ലാം. എന്തായാലും ഈ ഒരു അംഗീകാരം ആ ഒരു പ്രവർത്തനത്തിനും കൂടി ഉള്ളതാണെന്നാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ അവരുടെ BJP പ്രവർത്തകരും ഒക്കെ പറയുന്നത്. മക്കൾ അറിഞ്ഞിട്ടില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാനഡയിലാണ് ഒരാളുള്ളത്, അവിടെ രാത്രിയാണ്, അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അവരുമൊക്കെയായി ബന്ധപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ്. എന്തായാലും ജോർജ് കുര്യൻ പത്നിയുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് ഇതുവരെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. എന്നിരുന്നാൽ പോലും ഈ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ വിവരം അത് ആഘോഷിക്കുകയാണ് ഈ കാണക്കാരിയിലെ വസതി. SKN. ഓക്കെ, എന്തായാലും ടോബി ജോൺസൺ, നമ്മുടെ റിക്വസ്റ്റ് ഉണ്ട്, ആ ഞെട്ടിൽ നിന്ന് ടോബി മാറിക്കോളും. ടോബിക്ക് ഇപ്പോഴും യഥാർത്ഥത്തിൽ എൻകൗണ്ടറിൽ മിസ്റ്റർ ജോർജ് കുര്യനെ വിളിക്കാൻ പോയ ഒരു മൂഡിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കാൻ തയ്യാറായി നിന്നുള്ളൂ. ടോബി ജോൺസൺ, താങ്ക് യു. വിജയകുമാർ, നമ്മുടെ സുജിത് കുമാർ പറയുന്നു, നമസ്കാരം ആഷ്മിക്കും വിജയകുമാറിനും ഒക്കെ നമസ്കാരം. സത്യപ്രതിജ്ഞാ ദിവസമെങ്കിലും നിങ്ങൾ കൂട്ടുമന്ത്രിസഭ എന്തിനാ പറയുന്നത്? അപ്പോൾ ഇന്ത്യ മുന്നണി കോൺഗ്രസ് മാത്രമാണോ SKN? അതങ്ങ് വിട്ടുപിടി. അല്ല, ഇന്ത്യ മുന്നണിയാണല്ലോ. അത് മന്ത്രിസഭയല്ലല്ലോ. നമ്മള് യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയുടെ ഒരു ഔന്നിത്യമോ അല്ലെ പ്രാധാന്യമോ കുറച്ച് കാണാൻ വേണ്ടിയല്ല നമ്മൾ പറഞ്ഞത്. കൂട്ടുമന്ത്രിസഭ എന്ന് വെച്ചാൽ ഘടകകക്ഷികളുണ്ട്, അതുകൊണ്ട് കൂട്ടുമന്ത്രിസഭ. അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തില്ലല്ലോ ആ കാര്യം. അപ്പൊ ഒരു
കൗതുകമുള്ള കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സുരേഷ് ഗോപിയുടെയും പേരിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ BJP പ്രവർത്തകർ വഴിപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൊട്ടാരക്കരയിൽ അല്ലേ? അതെ, പക്ഷേ അവിടെ ഏറ്റവും എനിക്ക് അട്രാക്ഷൻ ഉള്ള സാധനം ഉണ്ണിയപ്പം. 100 ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ട് 20 കൊടുത്തിരുന്നെങ്കിൽ അത്രയും നല്ലതാണ്. നരേന്ദ്രമോദിയുടെ നക്ഷത്രം അനിഴമാണ് എന്നും സുരേഷ് ഗോപി അനിഴാണെന്നാണ് അറിയാമോ? ഇല്ല, എനിക്കറിഞ്ഞൂടാ. ഇവിടെ വിവരമുള്ള ആളായിട്ടാണല്ലോ പുതിയ പറയുന്നത്. പ്രശ്നം വെച്ച് കഴിഞ്ഞാലേ സുരേഷ് ഗോപിയുടെ നക്ഷത്രം ചോദ്യമാണ്, മോദിയുടെ നക്ഷത്രം അനിഴമാണ് എന്നാണ് പത്തനംതിട്ടയിലെ BJP പ്രവർത്തകരുടെ അഷ്ടോത്തരാർച്ചനയുടെ റെസിപ്റ്റിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായി. ഒരു കണക്ക് വരുന്നത് ബീഹാറിൽ നിന്നും UP യിൽ നിന്നും 8 മന്ത്രിമാർ വീതമുണ്ട്. മധ്യപ്രദേശിൽ നിന്ന് 4 പേര്, 3 പേര് കർണാടക, 2 പേര് ബംഗാളിൽ നിന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും 6 വീതം. JDU-നും TDP-ക്കും 2 മന്ത്രിമാർ, 21 മൊത്തം പുതിയ മന്ത്രിമാർ എന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഇടയ്ക്ക് വന്നാൽ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ഒന്നുകൂടെ പറഞ്ഞു. വൈകി വന്ന് 68 മന്ത്രിമാര് മൊത്തം ഇന്ന് 60-ലധികം മന്ത്രിമാർ പേര് ചുമതലയേൽക്കും. ഓക്കെ, എന്തായാലും നല്ല കാര്യം. അപ്പോ ആഷ്മി, എനിക്ക് തോന്നുന്നത് ഈ ജോർജ് കുര്യനെ മന്ത്രിസഭയിൽ എടുത്തത് വഴി നല്ലൊരു രാഷ്ട്രീയ നീക്കമാണ് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ. ഈ കാരണം തൃശ്ശൂരിലേക്ക് എന്തായാലും ക്രിസ്തുമത വിശ്വാസികൾ അല്ലെ, ക്രൈസ്തവര് സുരേഷ് ഗോപിയെ സഹായിച്ചിട്ടുണ്ടോ എന്നത് നേരാണ്. അവിടുത്തെ കണക്ക് നോക്കിയാൽ ഒരു പക്ഷേ ക്രൈസ്തവർ മാത്രമല്ല എല്ലാ സുരേഷ് സഹായിച്ചു. പക്ഷേ ക്രൈസ്തവവാദത്തിൽ കുറച്ചുകൂടി ആഴത്തിലിറങ്ങി പോകാൻ പറ്റിയെന്ന ആത്മവിശ്വാസം BJP-ക്കുണ്ട്. അതിനാക്കം കൂട്ടുന്നതാകും ജോർജ് കുര്യൻ എന്ന് പറഞ്ഞാൽ. അൽഫോൺസ് കണ്ണന്താനത്തിലൂടെ നോക്കി അങ്ങ് അത്ര വിജയിക്കാത്ത ഒരു നീക്കം. ജോർജ് കുര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിക്കാരൻ കൂടിയാണ്. ഈ പറയുന്ന പോലെ വളരെ ചെറുപ്പം മുതലേ പാർട്ടിയിലൂടെ ABVP മുതൽ യുവമോർച്ചയിലൂടെ വളർന്ന 82-83 കാലം മുതൽ തന്നെ പാർട്ടി കൂടെ ഉള്ള ആളാണ്. അപ്പോൾ കുറച്ചുകൂടി എനിക്കൊന്ന് വളരെ ആലോചിച്ചുറച്ച് പഠിച്ച് അല്ലെ ഗവേഷണമൊക്കെ നടത്തിയതിന്റെ ഒരു നീക്കമാണ്. കോഴിക്കോട്ട് ആഘോഷ പരിപാടികൾ അല്ലെ, കോഴിക്കോട് നിന്നുള്ള ആഘോഷമാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കാണുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ 3-ാം മന്ത്രിസഭയിൽ വലിയ ആഘോഷങ്ങൾ. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ അടുപ്പിച്ച് 3 തവണ പ്രധാനമന്ത്രിയാവുന്ന ഒരു രാഷ്ട്രീയ റിപ്പോർട്ട് കൂടി അതിന് മുൻപുണ്ട്. ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ BJP-യുടെ സാന്നിധ്യം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ട് ജോർജ് കുര്യനെ BJP കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കുകയാണല്ലോ. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായി അദ്ദേഹം നിയമിതനായിരുന്നു ആദ്യം. പിന്നീട് BJP-യുടെ ക്രിസ്ത്യൻ എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനത്തെ ഉപാധ്യക്ഷനായിരുന്നു. അപ്പോൾ എന്തായിരിക്കും BJP അദ്ദേഹത്തെ ഒരു പുതിയ തലത്തിലേക്ക് കേന്ദ്രമന്ത്രിയാക്കുമ്പോൾ ലക്ഷ്യമിടുന്നത് എന്നീ റിപ്പോർട്ട് വ്യക്തമാക്കും. കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിൽ BJP-യുടെ എക്കാലത്തെയും വലം കൈയായിരുന്നു കോട്ടയം കാണക്കാരി സ്വദേശിയായ ജോർജ് കുര്യൻ. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള 2-ാം മന്ത്രിയായി ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തത് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ സംഘപരിവാർ സംഘടനയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിച്ച നേതാവ് എന്ന നിലയിലാണെന്ന് വ്യക്തം. വിദ്യാർത്ഥിക്കാലം മുതൽ തന്നെ സംഘപരിവാർ സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തിയ ജോർജ് കുര്യൻ യുവമോർച്ചയിലൂടെയാണ് BJP-യിലെത്തിയത്. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ BJP മത്സരിപ്പിച്ചത് ജോർജ് കുര്യനെയായിരുന്നു. 15,000-ഓളം വോട്ട് നേടി 3-ാം സ്ഥാനത്തെത്തിയ ജോർജ് കുര്യന് മണ്ഡലത്തിൽ BJP-യുടെ വോട്ട് വിഹിതം 6% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. BJP-യുടെ കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമാണ് ജോർജ് കുര്യൻ പുലർത്തുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയാണ് 2017 മേയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ മലയാളി ഉപാധ്യക്ഷനായി ജോർജ് കുര്യനെ നിയമിച്ചത്. BJP നേതൃത്വത്തിനിടയിലും ക്രൈസ്തവ നേതൃത്വത്തിനിടയിലുമുള്ള സംവാദങ്ങളിൽ ഒരു പാലമായി പ്രവർത്തിച്ച ജോർജ് കുര്യൻ സംഘടനയിലെ ഏറ്റവും ശക്തനായ ന്യൂനപക്ഷ സമുദായാംഗങ്ങളിൽ ഒരാളാണ്. ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ BJP-യുടെ ശക്തനായ വക്താവെന്ന നിലയിൽ ശ്രദ്ധേയനായ ജോർജ് കുര്യൻ ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാകുന്നതിലും നിർണായക പങ്കാണ് വഹിച്ചത്. അൽഫോൺസ് കണ്ണന്താനത്തിനു ശേഷം കേരളത്തിൽ നിന്ന് NDA ഭരണത്തിൽ ഇടം നേടുന്ന 2-ാമത്തെ ന്യൂനപക്ഷ നേതാവാണ് ജോർജ് കുര്യൻ. കൊച്ചി നേവൽ ബേസിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന OT അന്നമ്മയാണ് ഭാര്യ. ആദർശ്, ആകാശ് എന്നിവർ മക്കളാണ്. റിസർച്ച് ഡെസ്ക് 24. അശ്മി, നമുക്കൊരു കോമഡി വന്നിട്ടുണ്ട്. സുരേഷ് കുമാർ പറയുന്നു, നിങ്ങൾ ഈ കുത്തിത്തിരിപ്പ് മാറ്റി കേരളത്തിന് ഗുണകരമായ വല്ലതും വാങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തിരിച്ചിട്ടില്ല. അമ്മച്ചിയാണ് നമ്മൾ തിരിച്ചിട്ടില്ല. മാത്രമല്ല വേറൊരു കാര്യം കൂടെ വിപിൻ, അപ്പം ആഷ്മിയോട് എനിക്കൊന്ന് വിജയകുമാറിനോട് പറയാനാ, 24 വക 100 പേർക്ക് കൊട്ടാരക്കര ഉണ്ണിയപ്പം വരുമെന്നാണ് ഒരു ബ്ലോഗർ പറയുന്നത്. എപ്പോ വരും അല്ലേ അണ്ണാ, എപ്പോ വരും അണ്ണാ അല്ലേ? ഓക്കെ, എന്തായാലും വരുമെന്നാണ് വിശ്വാസം. അപ്പൊ ആഷ്മി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആഷ്മി യഥാർത്ഥത്തിൽ വളരെ നിശ്ചിതമായി ഈ എൻകൗണ്ടർ സംവാദം കൊണ്ടുപോകുന്ന ആളാണല്ലോ. അപ്പം കഥാപ്രസംഗം, പിന്നെ കുറച്ച് അധിക പ്രസംഗം എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ സമുചിതമായിട്ട് ആഘോഷിക്കുന്ന ഇത്രയും കാലത്തിനിടയിൽ, കാര്യം കുറെ കാലമായി ആഷ്മി 24 എൻ്ററായിട്ട്, 24-ലെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാർ അവതാരകരാണ് ആഷ്മി. ഇത്രയും കാലത്തെ ജോർജ് കുര്യനുമായിട്ടുള്ള ഒരു
ഏറ്റുമുട്ടലിൽ ഒരു അനുഭവം എസ് കെ ജോർജ് എങ്ങനെയാണ് ഇപ്പൊ വിലയിരുത്താൻ പറ്റിയ സമയമാണ്. എസ് കെ ജോർജ് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നെ പറയാനും പറ്റില്ല. എസ് കെ ജോർജ് കുര്യൻ ചർച്ചയ്ക്ക് വന്നിരുന്ന് കലിപ്പാണ് കലിപ്പ രക്ഷയില്ല. ഒരു കട്ട കലിപ്പ്. നിവൃത്തി സ്ട്രൈറ്റ് ആണ്. അല്ല നമ്മള് ചാനൽ ചർച്ചയിൽ ഒന്നുമില്ല. അല്ല ചർച്ചയിൽ ദേഷ്യം കാണിക്കുക, അല്ല ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫോണിലും കലിപ്പ. ചേട്ടാ അങ്ങനല്ല ചർച്ചയാകുമ്പോഴത്തേക്ക് അങ്ങനല്ലേ പുള്ളി കലിപ്പ. മാന്യമായ പ്രതികരിക്കും. അത് ശരി. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പോലും ഒരു ചർച്ചയിൽ നമ്മുടെ ടി വി ചാനലിൽ മാത്രമല്ല ഏഷ്യൻ ന്യൂസിലോ മനോരമ ന്യൂസിലോ മാതൃഭൂമി ന്യൂസിലോ പിന്നെ കണ്ടാൽ അറിയുന്ന മറ്റു വാർത്താ ചാനലിലോ വാവിട്ടൊരു വാക്ക് അദ്ദേഹം പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടു. ദേഷ്യപ്പെടുകയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഭാഷയുടെ മര്യാദ അദ്ദേഹം വിടാറില്ല. ദേഷ്യപ്പെട്ട് സംസാരിക്കും. അതിന് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജോർജ് കുര്യനായിരുന്നു BJP-യുടെ എന്താണ് അവിടുത്തെ ഗസ്റ്റുകളെ തരുന്ന കോർഡിനേറ്റർ. അപ്പോൾ അത് ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളും വിളിക്കേണ്ടി വരും ഈ 3 പേരെയും. അപ്പോൾ ജോർജ് കുര്യൻ, ദീപ്തിയെയും ബിജു കണ്ടൊക്കെ ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളും വിളിക്കേണ്ടി വരും. അപ്പോൾ വിളിക്കാറുണ്ട്, അപ്പോൾ കാര്യമായി സംസാരിക്കാറുണ്ട്, ആളൊക്കെ കൃത്യമായ ആളെ തരാറുണ്ട്. ആ ജോലി അദ്ദേഹം വളരെ ഭംഗിയെ നിറവേറ്റുന്ന ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ ജോർജ് കുര്യൻ അത്ര ഒട്ടുമിക്ക എല്ലാ ദിവസവും വിളിക്കുന്ന കാരണം ഒരു ആത്മബന്ധം ഉണ്ടാവില്ല. അതല്ല, ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം എപ്പോൾ വിളിച്ചാലും ഞങ്ങളുടെ സംവാദങ്ങളിൽ നിറ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. സാന്നിധ്യമാണ് ഇപ്പോഴും അല്ലേ? അപ്പോൾ ആ ഒരു ബന്ധം അദ്ദേഹം എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കലിപ്പാണെങ്കിലും വളരെ മാന്യമായ ഭാഷയിൽ നമ്മളോട് വിയോജിക്കണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹം യോജിക്കണമെന്ന് തോന്നുമ്പോൾ യോജിക്കും. പക്ഷേ അതൊക്കെ ഒരു ഭാഷാ ശുദ്ധി അദ്ദേഹം കീപ്പ് ചെയ്യും. ഏറ്റവും മികച്ച ഗസ്റ്റുകളെ നമുക്ക് തരുകയും ചെയ്യുമായിരുന്നു. എന്നോട് ഒരു അങ്ങനെ പറഞ്ഞു. എന്നോട് പരാതി പറയാൻ വിളിച്ചപ്പോഴേ ഞാൻ ശുഭിതനായിട്ട് അങ്ങോട്ട് സംസാരിച്ചു. ഞാൻ പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും. ഒന്നും സംഭവിക്കാതെ വിളിച്ചു. ഒരു കട്ട കലിപ്പാണെന്ന് വളരെ മാന്യമായ. മാത്രമല്ല എനിക്കൊന്ന് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ സംവാദങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ വഴി പോകുന്നത് നല്ലത്. കാര്യം ഈ മനുഷ്യരെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന തോന്നൽ കൈവിട്ടു പോകുന്ന പല അതിഥികളെയും കണ്ടിട്ടുള്ള ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടും ഒരു അഭിമാനവും സന്തോഷമുണ്ട്. നമുക്ക് ഏറ്റവും അടുപ്പവും പരിചയമുള്ള മന്ത്രിയാണ്. ഗുഡ് മോർണിംഗ് പറയാം അല്ലേ? വിജയകുമാർ ജോർജ് കുര്യനെ കുറച്ച് കാലമായിട്ട് എനിക്ക് പറയാം. കോട്ടയം ജില്ലക്കാരൻ എന്ന നിലയിലുള്ള അയൽവാസി എന്ന് പറയുന്നത് നമ്മൾ ഒരു ജില്ലക്കാരാണ്. ആ ഒരു പരിചയം കൂടിയുണ്ട്. പിന്നെ നമ്മളുടെ വിജയകുമാർ ഇപ്പൊ നടക്കുന്ന ആഹ്ലാദ പ്രകടനം കാണിച്ചല്ലോ. ഒരു പെട്ടെന്ന് ക്യാമറ വെട്ടിച്ചെങ്കില്ലേ? അത് കോഴിക്കോട് നിന്നാണ്. ക്യാമറമാൻ വരണ്ടെന്ന് തോന്നുന്നു. ക്യാമറയിൽ വന്നപ്പോഴത്തേക്ക് ആഹ്ലാദ പ്രകടനം കൈവിട്ടു. ഇവിടെ ഈ സുനേരി ബാഗിലെ വി മുരളീധരന്റെ വസതിയിലായിരുന്നു ജോർജ് കുര്യൻ രാവിലെ ഉണ്ടായിരുന്നത്. ആ വസതിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയിട്ടുണ്ട്. കെ സുരേന്ദ്രൻ അടക്കം കേരളത്തിലുള്ള എല്ലാ നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ R അച്യുതൻ ഇപ്പോൾ ആ വീടിന് മുന്നിലുണ്ട്. അപ്പോൾ അച്യുതൻ കുറച്ചു നേരമായിട്ട് അവിടെ നിൽക്കില്ലേ? ചാടല്ലേ അച്യുതൻ കുറച്ചു നേരമായിട്ട് അവിടെ നിൽക്കുക. അച്യുതൻ വളരെ സന്തോഷമുള്ള ദിവസമാണ് നമുക്ക്. മാത്രമല്ല നമുക്ക് ഈ കൗണ്ടിങ്ങിന്റെ ടെൻഷൻ ഒന്നുമില്ല. നമ്മൾ റിലാക്സ്ഡ് ആണ്. അച്യുതൻ റിലാക്സ്ഡ് ആയിക്കോ. പറയൂ അച്യുതൻ, പറയൂ. പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രമായി മാറുകയാണ് ആ വസതി. അപ്പോ അച്യുതൻ അവിടെ എപ്പോ കേറി? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ SKN ഒരു പ്രധാന രാഷ്ട്രീയ കേന്ദ്രമായി ഈ വസതി മാറി എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ പല നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള പല നേതാക്കളും ഈ വസതിയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വസതിയിൽ എത്തിച്ചേർന്നിരുന്നു. വി മുരളീധരൻ്റെ ഈ വസതിയിൽ കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള രാജേഷ്, അതുപോലെ തന്നെ S സുരേഷ് അടക്കമുള്ള നേതാക്കളും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടന്നത്. അതായത് ഏതാണ്ട് ഉറപ്പായ, അതായത് പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ ജോർജ് കുര്യൻ പങ്കെടുത്തതോടുകൂടി തന്നെ ആ സ്ഥിരീകരണങ്ങൾ ലഭിച്ചു. മന്ത്രിസഭയിൽ ഒരിടം ജോർജ് കുര്യന് ലഭിച്ചു. തുടർന്നാണ് ഏതാണ്ട് 2 മണിയോടുകൂടി ജോർജ് കുര്യൻ ഈ സുനേരി ബാഗിലെ വി മുരളീധരൻ്റെ വസതിയിലേക്ക് എത്തിച്ചേർന്നത്. തുടർന്ന് ആ കൂടിക്കാഴ്ച നടക്കുകയായിരുന്നു. അതിൽ പ്രധാനമായും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഉടലെടുത്തത്. അതിൽ തർക്കമൊന്നുമില്ല. വി മുരളീധരനും കെ സുരേന്ദ്രനും ജോർജ് കുര്യനും ആ 3 പേരും തമ്മിലൊരു കൂടിക്കാഴ്ചകൾ നടത്തുന്നു. മറ്റു നേതാക്കളും ഇതിൻ്റെ ഭാഗമായി. അതിനുശേഷം മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷമാണ് അല്പം മുൻപ് ഏതാണ്ട് ഒരു 5:30 തന്നെ നേതാക്കൾ 3 പേരും ഒരുമിച്ച് രാഷ്ട്രപതി ഭവനിലേക്ക് പോയത്. നേരത്തെ തന്നെ ആ സൂചനകൾ ലഭിച്ചിരുന്നു. അവർ ഒരുമിച്ചായിരിക്കും രാഷ്ട്രപതി ഭവനിലേക്ക് പോവുക. എന്തായാലും അല്പം കഴിയുമ്പോൾ ഏതാണ്ട് 6 മണിയോടുകൂടി ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കും. 7:15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ തന്നെ മറ്റു മന്ത്രിമാരും പദത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. അപ്പോൾ ജോർജ് കുര്യൻ ഉൾപ്പെടുന്നവരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന
എന്നൊരു ഘട്ടമാണ്. എന്തായാലും ആ നിർണായകമായിട്ടുള്ള ചർച്ചകൾക്ക് അത് വേദിയായത് സുനേരി ബാഗിലെ ഈ വസതി തന്നെയാണ്. ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു. ആ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് ജോർജ് കുര്യൻ. ഉപാധ്യക്ഷന്റെ സ്ഥാനം വഹിച്ചിരുന്നു. അങ്ങനെയുള്ള പല പദവികളിലൂടെ ഏതാണ്ട് തുടക്കം മുതൽ തന്നെ പാർട്ടിയുടെ ഒപ്പം സഞ്ചരിച്ചു വന്ന ഒരു നേതാവാണ്. ആ പരിഗണന ലഭിച്ചിരിക്കുന്നു. കേരളത്തിന് കൂടി അത്തരത്തിൽ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആ ഒരു നീക്കം BJP നടത്തിയിരിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ വശം പരിശോധിക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിനെ ഉൾപ്പെടെ ഒപ്പം നിർത്തുവാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി കൂടി വിലയിരുത്താം. എന്തായാലും അത്തരം സാധ്യതകൾ കൂടി പരിശോധിച്ച ശേഷമാണ് ദേശീയ നേതൃത്വം കേരളത്തിന് ആ രണ്ട് ഇടങ്ങൾ, അതായത് മന്ത്രിസഭയിൽ 2 ഇടം നൽകിക്കൊണ്ടുള്ള ഒരു പരിഗണന നൽകിയിരിക്കുന്നത്. അതിൽ ജോർജ് കുര്യൻ്റെ പേരുകൾ രാവിലെ ഒരു സൂചന എന്ന നിലയിൽ പുറത്തേക്ക് വന്നു. പക്ഷേ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതോടുകൂടി തന്നെ ഉറപ്പായി കഴിഞ്ഞു. കാരണം മുൻകാലങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. ആ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നവർ അവർ മന്ത്രിസഭയിൽ ഉറപ്പായും കാണും. ആ ഒരു സൽക്കാരത്തിൽ പങ്കെടുത്തതോടുകൂടിയാണ് ആ സ്ഥിരീകരണങ്ങൾ ഉറപ്പാകുന്നത്. തൊട്ടു പിന്നാലെയാണ് വി മുരളീധരന്റെ വസതിയിൽ എത്തി ആ കൂടിക്കാഴ്ച നടത്തിയത്. വിജയകുമാർ. താങ്ക് യു അച്യുതൻ. ഇപ്പം നിങ്ങൾ രണ്ടുപേരെയും ഒന്ന് കുറ്റാരോപിതരാക്കേണ്ട ഒരു കാര്യം ജോൺസ് അയച്ചിരിക്കുന്നു. SKN എവിടെ എന്ന് ചോദിച്ചപ്പോൾ വയറിളക്കമാണെന്ന് കാശ്മീരും പറഞ്ഞു. ഗുരുതരമായ ഒരു ആരോപണമാണ് ജോൺസ് ഉന്നയിക്കുന്നത്. എന്ത് ഇളക്കമാണെന്ന് പറഞ്ഞാലും അതിലേക്ക് നമ്മൾ വളരെ ലോകിയായിട്ട് പോകുന്നവരാ. മാത്രമല്ല ഇളകിയാലും ആ വഴിക്കും നമ്മൾ പോകില്ലല്ലോ. ഓക്കെ, നിങ്ങൾ അതില് അത് ജോൺസ്. അപ്പൊ അതുപോലെ റഫീഖ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ സ്ഥിരം കലാകാരൻ. ആ റഫീഖ് പറഞ്ഞിരിക്കുന്നു, ഈ സംവാദത്തിലേക്ക് വിളിച്ചു വരുത്തി അടി കൊടുക്കുന്നതാണല്ലോ നിങ്ങളുടെ പതിവ്. അയ്യയ്യേ അങ്ങനെയൊന്നും പറയരുത് അല്ലേ റഫീഖ്. നമ്മൾ വളരെ മാന്യമായിട്ട്, മാത്രമല്ല സംവാദത്തിൽ നമ്മൾ വിയോജിക്കും, ചിലപ്പോൾ നമ്മുടെ അഭിപ്രായ വ്യത്യാസം നമ്മളവിടെ അതിശക്തമായി രേഖപ്പെടുത്തും. പക്ഷെ നമ്മൾ അവരോട് ഏറ്റവും ആത്യന്തികമായി ആദരവ് നിലനിർത്തും. അതിഥി ദേവോ ഭവ അല്ലേ, അത് നമ്മൾ ദൈവത്തെ പോലെ തന്നെ കാണും. വിജയകുമാർ സംവാദത്തിലൊക്കെ പോയിരുന്ന ആരോടെങ്കിലും അങ്ങനെ തർക്കിക്കാറുണ്ട്. വളരെ നിരുപദ്രവകാരിയായ ഒരു സംവാദകൻ, ശാന്തനും സൗമ്യനും സ്വാത്വികനും. ചോദിക്കണം, സ്വാത്വികൻ എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്ന് ധർമ്മപതി പറഞ്ഞ പിന്നെ ചന്ദ്രബാബു നായിഡു ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഹൈദരാബാദിൽ വന്നിരുന്നു. ഈ രാമോജി റാവു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു. തിരികെ അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ചന്ദ്രബാബു നായിഡു ആന്ധ്രയിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമല്ല, ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് ഇന്നസെന്റ് പണ്ടേ പറഞ്ഞതാ. എന്തായാലും അദ്ദേഹം മടങ്ങിപ്പോവും. ആശ്വാസം. കാര്യം ഈ ചീറ്റിലും പൊട്ടലും ഒന്നും തുടക്ക ദിവസം തന്നെ ഉണ്ടാകാതിരിക്കട്ടെ. പ്രഫുൽ പട്ടേൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, BJP നേതൃത്വം 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യണം എന്ന് അറിയിച്ചിട്ടുണ്ട്. They will take remedial measures എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അജിത് പവാർ വിഭാഗത്തിന് പരിഗണന കൊടുക്കും എന്ന സൂചന BJP നൽകിയെന്നാണ് പ്രഫുൽ പട്ടേൽ. കേരളത്തിലെ ആഘോഷങ്ങൾ തുടങ്ങി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJP പ്രവർത്തകർ ആഘോഷം തുടങ്ങി. ഒരു ഈച്ച വന്നിട്ടുണ്ട്. എന്ത് അല്ലേ, ഈ ഓണത്തിന്റെ ഇടയിലാണോ ഈച്ച കുട്ടികച്ചവടം? കുറച്ച് എനിക്ക് തോന്നുന്നത് ഇത് ഏതെങ്കിലും ചാനലുകാരായിരിക്കും. ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഓക്കെ, അവർ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വന്നാണെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആഘോഷ പരിപാടികൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളും നടക്കുന്നു എന്നാണ് അറിയുന്നത്. നമുക്ക് അതിനിടയ്ക്ക് ഒരു കുഞ്ഞു ഇടവേള എടുക്കേണ്ടി വരുന്നു. കുഞ്ഞു ഇടവേള കഴിഞ്ഞാൽ നമ്മൾ അന്ന് കൗണ്ടിംഗ് ഡേ പറഞ്ഞ പോലെ ഷഡേന്ന് വരും. ഷഡേന്ന് അല്ലേ, ഷഡേന്ന് വന്നിട്ട് നമ്മൾ ഡൽഹിയിൽ നടക്കുന്ന മന്ത്രിസഭാ രൂപീകരണത്തിന്റെ കാര്യങ്ങളും കർമ്മങ്ങളും 7:15 മന്ത്രിസഭാ അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്നതും ഒക്കെ തന്നെ നമ്മൾ കാണും. അപ്പോൾ എങ്ങും പോരാ, ഇവിടെ തന്നെ ഇവിടെ കൊടയൊക്കെ ഉണ്ട്. ഇടവേള. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. എനിക്കൊപ്പം വിജയകുമാർ, അനാഷ്മി, താജ് ഇബ്രാഹിം. നിങ്ങൾക്കറിയുന്ന പോലെ 3-ാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണെന്ന്. ഏറ്റവും വലിയ ആഘോഷം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നു. പ്രവർത്തകർക്കൊക്കെ സന്തോഷമാണ്. അതിനിടയിൽ വിജയകുമാർ ഒരു കാര്യം, ഫസിൽ MK പറയാണ്, കൊടയ്ക്ക് വേണ്ടി കാണുന്നുവെന്ന് തോന്നുന്നുണ്ടോ SKN? അവർ സത്യം അറിയണം. അയ്യോ ഫസിൽ, യഥാർത്ഥത്തിൽ നമുക്ക് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു കണക്ക് വന്നിരിക്കുന്ന വിജയകുമാർ, ഫേസ്ബുക്കിലെ നമ്മുടെ വ്യൂസ് എല്ലാം കൂടി ഏതാണ്ട് 36 മില്യനോ അല്ലേ, 3,60,00,000 ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം കൊടയൊന്നുമില്ല. ഇത് നമ്മുടെ ഒരു സന്തോഷം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളത് ആ രീതി കാണരുത്. കാര്യം നമ്മൾ പ്രേക്ഷകരും നമ്മൾ ഒന്നിച്ചു പോകുന്ന, അണിചേരുന്ന ഒരു അപൂർവ സൗന്ദര്യമുള്ള പരിപാടിയാണ് 24 നടക്കുന്നത്. 24 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർത്താ ചാനൽ.
അത്രേ ഉള്ളൂ. വിജയകുമാർ. നേരത്തെ പറഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെ ചിലപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഞങ്ങൾ മനസ്സിലോ മാനത്തും അല്ലേ കാണാത്ത കാര്യമാണ്. തൃശ്ശൂരിലെ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ്. തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, കൊച്ചിയിലുണ്ട്, അങ്ങനെ പലയിടത്തും ആഘോഷങ്ങൾ നടക്കുന്നു. കോഴിക്കോട് രാഹുൽ സുരേഷ് ഉണ്ടെന്ന് തോന്നുന്നു. കലൂരില്, കൊച്ചിയിലും തൃശ്ശൂരാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ ആഘോഷം. രാവിലെ മുതൽ തന്നെ ആഘോഷം തുടങ്ങിയത് ഉറപ്പായും തൃശ്ശൂരെ BJP പ്രവർത്തകർക്ക് ആഘോഷിക്കാനുള്ള എല്ലാവിധ അവകാശമുള്ള ദിവസമാണ്. കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി, ഒരു 6 മാസത്തോളം അവർ നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ ഫലം എന്താണ് ഇപ്പോൾ രാഷ്ട്രീയ BJP ആർക്കൊക്കെ ഉണ്ടെങ്കിലും ആ കഠിനാധ്വാനത്തിന്റെ ഫലം സുരേഷ് ഗോപിയുടെ വിജയം കാണുന്നത് അവിടെ ആഘോഷമാണ്. അവിടെ കോഴിക്കോട് നിന്ന് സൂരജ് സജീൽ, രാഹുലൊക്കെ ഒന്ന് പോട്ടെ. പോവാം. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. മിക്കവാറും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു എന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് രാഹുൽ സുരേഷിലേക്ക് പോകാം. രാഹുൽ സുരേഷ്, എങ്ങനെയാണ് അവിടുത്തെ അണികളൊക്കെ ആവേശത്തിലാണോ? സത്യപ്രതിജ്ഞ രാത്രി 7:15 അങ്ങ് ഡൽഹിയിലാണെങ്കിലും ഇന്ന് കോഴിക്കോട് ആഘോഷം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. കോഴിക്കോട് കനത്ത മഴയാണ്. ഈ മഴയെ അവഗണിച്ചു പോലും ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് BJP പ്രവർത്തകർ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളയിൽ നിന്നുമാണ് NDAയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത്. മഴയെ അവഗണിച്ചും മഴ നനഞ്ഞും BJP പ്രവർത്തകർ, NDAയുടെ ഭാഗമായുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാൽനടയായാണ് കോഴിക്കോട് ബീച്ചിലേക്ക് ഇപ്പോൾ ഈ ആഘോഷ പ്രകടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് തങ്ങൾ ഡൽഹിയിലാണെന്ന് ഇവിടെയുള്ള BJP പ്രവർത്തകർ പറയുന്നു. നൂറുകണക്കിന് ആളുകളാണ് ഈ ആഘോഷ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയാണ്. മഴയെ അവഗണിച്ചും മഴക്കോട്ടുകൾ ഇട്ടും അല്ലെങ്കിൽ മഴ നനഞ്ഞും ആളുകൾ ഇതിന്റെ പരിപാടിയുടെ ഭാഗമാകുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബീച്ചിലേക്ക് ഇനിയും ഏതാണ്ട് കിലോമീറ്ററുകൾ മുന്നോട്ട് പോകാനുണ്ട്. കോഴിക്കോട് ബീച്ചിലാണ് BJP നേതൃത്വത്തിലുള്ള പരിപാടികൾ ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. അത് വെള്ളയിൽ നിന്നും ആരംഭിച്ചു എന്നത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അല്പം മുമ്പ് മധുര വിതരണം ഉണ്ടായിരുന്നു, പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിവിധ രീതിയിലാണ് കോഴിക്കോട് NDAയുടെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. അപ്പോൾ ആഷ്മി, നമുക്ക് കൊച്ചിയിലും ആഘോഷം തുടങ്ങിയെന്ന് പറയുന്നു. ഡൽഹിയിലാണ് രാഹുൽ സുരേഷ് പറഞ്ഞതുപോലെ സത്യപ്രതിജ്ഞയെങ്കിലും കൊച്ചിയും പിന്നോട്ടല്ല. എറണാകുളം ജില്ലയിൽ എന്തൊക്കെയാണ് നടക്കുന്നറിയാൻ വിനീത VG കൂടി നമുക്കൊപ്പം ചേരുന്നു. ജസ്റ്റ് റിട്ടേൺ ഫ്രം വിയറ്റ്നാം. ഓക്കെ, വിനീത പറയൂ. വിനീത, കൊച്ചിയിലെ എങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങൾ? ആവേശത്തിലാണോ അണികൾ? ഒരുപാട് പ്രവർത്തകർ റോഡിലുണ്ടോ? തീർച്ചയായും SKN വലിയൊരു ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരുള്ളത്. അല്പസമയം മുൻപ് അവരുടെ പടക്കം പൊട്ടിക്കലും ഒപ്പം തന്നെ ഇവിടെയൊക്കെ എത്തിയ ആളുകൾക്കൊക്കെ മധുരം വിതരണം ചെയ്തുമൊക്കെയാണ് അവരുടെ ആഘോഷം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ആഘോഷത്തിന് ഇരട്ടി മധുരം എന്നുള്ളത് തന്നെയാണ് കാരണം. ത്രിമധുരം എന്ന് പറയും നമ്മൾ. ഇരട്ടി മധുരത്തെക്കാൾ ത്രിമധുരം. അതായത് 3ാം തവണയാണ് NDA സർക്കാർ അധികാരത്തിൽ വന്നത്. അതിന് ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയുന്നത് ഭാരതത്തിലെ ജനങ്ങളാണ്. നമുക്കറിയാം, ഈ ഇലക്ഷനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ ശക്തികളും വളരെ ശക്തമായ ശ്രമം നടത്തി, അന്തർദേശീയ തലത്തിൽ ഗൂഢാലോചന നടത്തി. പക്ഷേ അതിനെയൊക്കെ ഭാരതത്തിലെ ജനത അത് തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത് നരേന്ദ്രമോദി എന്ന ആ ഉറച്ച ഭരണാധികാരികളുടെ മലയാളികൾ അതിനകത്ത് കടന്നു വരികയാണ്. കാരണം ഇരട്ടി മധുരമല്ല, ത്രിമധുരം തന്നെയാണ്. കാരണം നമുക്ക് സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തതല്ല, തൃശ്ശൂർ ജനങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, രണ്ടാമത് തിരിച്ചറിയേണ്ടത് നമുക്ക് തിരുവനന്തപുരം സീറ്റും ആറ്റിങ്ങൽ സീറ്റും ആലപ്പുഴ സീറ്റും വലിയ കുറച്ച് മാർജിനിലാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ കേരളത്തിലെ ജനത ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊരു വിഷമമുണ്ടാകും. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നീറുന്ന നൊമ്പരമായി നിൽക്കും. കാരണം എന്ന് വെച്ചാൽ ആ 4 സീറ്റും കൂടെ ജയിക്കുകയാണെങ്കിൽ കേരളത്തിന് തന്നെ ഇന്ത്യയുടെ ഭാവിയുടെ ചരിത്രം വഴിമാറ്റാൻ സാധിക്കുമായിരുന്നു. അത് ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് ഒരു ചെറിയ നീറുന്ന നൊമ്പരമായി തന്നെ നിൽക്കും എന്നുള്ളത് ഒരു വലിയ വിഷമം ഞങ്ങളെയും ബാധിക്കും. വിഷമമുണ്ടെന്ന് തോന്നുന്നു താങ്കളായിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, കാരണം 2-3 ദിവസം ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഞങ്ങൾ വിജയം നേടിയെങ്കിലും ഇന്ന് രാത്രി സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലെ രണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഘോഷ പരിപാടികൾ ഇനിയുണ്ട് തീർച്ചയായിട്ടും. കാരണം കേരളത്തിനോടൊപ്പം ഞങ്ങൾ ആഘോഷിക്കും. ഇത് ജനങ്ങളുടെ വിജയമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമല്ല, ഇവിടെ ജനങ്ങളുടെ വിജയമാണ്. ആ ജനങ്ങൾ വിജയം നൽകിയത് നരേന്ദ്രമോദി എന്ന ഉറച്ച ഭരണാധികാരിയാണ്. അദ്ദേഹം അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു ഭരണാധികാരി. പക്ഷെ നാം ഒന്നോർക്കണം, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുവാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ, ഇടതുപക്ഷ പാർട്ടികളുടെ ശ്രമങ്ങൾ, ഇന്ന് ഇടതുപക്ഷം എവിടെ പോയി? അവർക്ക് ആഘോഷ പരിപാടികളൊക്കെ BJP എന്ന പ്രസ്ഥാനം ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടിയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രേഖാമൂലം പറയുകയാണ്. കാരണം വിനീത കൊച്ചിയിൽ തുടരുക. ഇപ്പോഴത്തെ നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുന്നു. അവിടെ
വലിയ ആഘോഷം നേരത്തെ തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, തൃശ്ശൂരിൽ എവിടെയാണ് ആഘോഷം നടക്കുന്നത്? പ്രവർത്തകരുടെ പങ്കാളിത്തമൊക്കെ ഉണ്ട്, ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? തൃശ്ശൂരിലെ ആഘോഷം നടക്കുന്നത് BJPയുടെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഈ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാറുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിലായിരുന്നു. അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു ഈ പുതിയ പാർട്ടി ഓഫീസിലേക്കുള്ള മാറ്റം അത് തങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷയാണ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് ആദ്യമായി ഒരു MPയെ സമ്മാനിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാനായത് തൃശ്ശൂരിൽ നിന്ന് ആ വിജയം ആഘോഷിക്കുന്നത് പുതിയ പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൊച്ചുകുട്ടികളടക്കം ഉള്ളവർ ഈ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടുന്ന സമയത്ത് ആ ആവേശം തെല്ലും തൃശ്ശൂരിൽ കുറയുന്നില്ല എന്നുള്ളതാണ്. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും കമ്പിത്തിരിയും മത്താപ്പും എല്ലാം കത്തിച്ച് അങ്ങനെ വലിയ ആഹ്ലാദം ചൊരിയുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത്. എത്രത്തോളം സന്തോഷമുണ്ട് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടാണ്. അതെ, ഭയങ്കര സന്തോഷമാണ്. തൃശ്ശൂര് സുരേഷ് ഗോപി MP ആയതിന്റെ സന്തോഷം, സുരേഷയുടെ കേന്ദ്രമന്ത്രി ആയതിന്റെ സന്തോഷം, അങ്ങനെ ഇരട്ടി സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയധികം ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചതും തൃശ്ശൂരിന് എന്തായാലും ഒരു പുതിയൊരു വികസന മുഖം കൊണ്ടുവരാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്ന് തന്നെയാണോ വിശ്വാസം? വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരെല്ലാവരും ഉള്ളത്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് പ്രിന്റ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആ ഒരു വിജയത്തിന്റെ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പ്രിന്റിനൊക്കെ അഭിമാനിക്കാം അല്ലെ? തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിലെ കേന്ദ്രമന്ത്രിയായി തൃശൂർ ഇങ്ങ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി തൃശൂരിന്റെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാന്റെ ശേഷം ഒരു ഏറ്റവും കരുവുറ്റ ഭരണാധികാരിയായി മാറാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തൃശൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിജയത്തെ ഉറപ്പിച്ചുകൊണ്ട് തൃശൂർക്കാർക്ക് ഓരോരുത്തർക്കും അഭിമാനമുണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. തൃശൂർക്കാരെന്ന രീതിയിലും തൃശൂരിലെ കേരളത്തിൽ ആകമാനം കിട്ടിയിട്ടുള്ള കേരള ജനതയ്ക്ക് കിട്ടിയിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് അദ്ദേഹത്തിൻ്റെത്. ഇവിടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്, കൊടിയൊക്കെ എഴുതി നിൽക്കുന്നു. മോളെ, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവാണ്, സന്തോഷമുണ്ടോ? ആഘോഷിക്കാൻ വന്നതാണോ? സന്തോഷാണ്. സുരേഷ് അങ്ങളുടെ കണ്ടോ? ഇത്തരത്തിൽ തന്നെയാണ് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ മുതൽ അങ്ങോട്ടേക്ക് നീളുന്ന വലിയൊരു വിഭാഗം ആളുകൾ. അത് വലിയ ആഘോഷം അത് തൃശ്ശൂരിൽ നടക്കുന്നു. പ്രത്യേകിച്ച് ജില്ലാ നേതാക്കൾ എല്ലാവരും ഡൽഹിയിലാണുള്ളത്. പക്ഷേ ഇത് സാധാരണ പ്രവർത്തകരാണ്. അവർ സംഘടിച്ചെത്തിയാണ് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ വലിയ ആഹ്ലാദം സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ തൃശ്ശൂരിൽ വലിയ ആഘോഷം അതിപ്പോൾ തുടങ്ങിയ രാവിലെ മുതൽ തുടങ്ങിയതാണ്. അത് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുമ്പോൾ മുതൽ അവർ തൃശ്ശൂരെ BJP പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവർക്ക് വലിയ ആഘോഷമാണ് ഇപ്പോൾ തുടരുന്നു. ഇതാ ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലെ വേദിയിലേക്ക് നിയുക്ത മന്ത്രിമാർ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു, സീഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ അല്പസമയത്തിനും രാഷ്ട്രപതി ഭവനിലേക്ക് എത്താൻ പോകുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നോത്ത് എന്നിവർ ഡൽഹിയിലുണ്ട്. നേപ്പാൾ പ്രധാനമന്ത്രി പിതണ്ടകുമാർ ദഹൽ അടക്കമുള്ളവർ ഇന്നത്തെ അതിഥികളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യങ്ങൾ അത് ഏതാണ്ട് ഏറെക്കുറെ നിറഞ്ഞിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. ഹാഷ്മി, ഇതിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നതിന് വേറൊരു നയതന്ത്ര പ്രാധാന്യം കൂടി ഉണ്ടല്ലോ. എന്തായാലും ഇന്ത്യയുമായി ബന്ധം മോശമായ ഒരു സാഹചര്യമാണ്. ചൈനയുമായി അവർ കൂടുതൽ അടുക്കുന്നു. അവിടെ ചൈന പക്ഷ സർക്കാരാണുള്ളത്. ഇന്ത്യയുമായി ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രി എത്തുകയും ലക്ഷദ്വീപ് ഒരു ടൂറിസം കേന്ദ്രമായി മാറുന്നതിന്റെ ഭാഗമായി ചില ക്യാമ്പയിൻ നടത്തുകയും അത് മാലദ്വീപ് അതിനോട് വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ഇന്ത്യയുമായി മെച്ചപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. മൊയ്സു പ്രസിഡന്റ് അധികാരമേറ്റ ഉടൻ തന്നെ സൈനികരെ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം തുടങ്ങിയതാണ്. മന്ത്രിസഭയിലുണ്ടായ ഇന്ത്യക്കെതിരായ ഇന്ത്യ പരാമർശങ്ങൾ മന്ത്രിമാർ പറഞ്ഞു. നയതന്ത്ര ബന്ധം വഷളാവുന്ന രീതിയിലേക്ക് അത് വളർന്നു. എന്തായാലും മൊയ്സു ഇന്നത്തെ ഈ ചടങ്ങിന്റെ ശ്രദ്ധാകേന്ദ്രമാവുന്നു. ഇപ്പൊ 2014 സാർക്ക് രാജ്യങ്ങളുടെ തലവന്മാരുണ്ടായിരുന്നു. 2019 കുറച്ചുകൂടി വിപുലമായ വലിയ രാഷ്ട്ര തലവന്മാരുണ്ട്. ഇതിപ്പോ അയൽ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒഴിച്ചുള്ള നമ്മുടെ ചുറ്റും കിടക്കുന്ന അയൽ രാജ്യം, പാകിസ്ഥാനെ വിളിച്ചിട്ടില്ല, പാകിസ്ഥാൻ ക്ഷണമില്ല, സ്വാഭാവികമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് ചുറ്റും കിടക്കുന്ന അയൽ രാജ്യങ്ങളുടെ തലവന്മാരെയൊക്കെ ബംഗ്ലാദേശുണ്ട്, നേപ്പാളുണ്ട്, മാലദ്വീപ്, ശ്രീലങ്ക, അങ്ങനെ പ്രതിനിധികളുണ്ട്. പിന്നെ മറ്റു വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ, ഇന്ത്യയിലെ അംബാസിഡർമാരൊക്കെ ഈ ചടങ്ങിൽ അടക്കമുണ്ട്. മാത്രമല്ല ഇപ്പോ വന്ദേ ഭാരതിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് അടക്കം അങ്ങനെ ഓരോരോ വിഭാഗത്തിലെ ഐശ്വര്യ എന്ന് പറയുന്ന വന്ദേ ഭാരതിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് അടക്കമുള്ള ഓരോരോ വിഭാഗത്തിൽ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട പല ഗ്രൂപ്പ് ആളുകൾ എത്തിയിട്ടുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. രാഷ്ട്രപതി ഭവൻ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി അവിടെ ജോലിയെടുത്ത തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡേഴ്സ് ഒരു വിഭാഗം ആളുകളൊക്കെ
ഈ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചവർ എന്ന നിലയിൽ പങ്കെടുക്കും. അപ്പോൾ ഓരോ വിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തരും ഓരോ ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവിടെ നിർമ്മല സീതാരാമൻ അങ്ങോട്ടേക്ക് വരികയാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കുറി അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തവണ ഒഴിഞ്ഞു നിന്നേക്കുമെന്ന ചില സൂചന ഉണ്ടായിരുന്നു. എന്നാലും ഒഴിഞ്ഞു നിൽക്കുന്നില്ല. കേന്ദ്ര ധനമന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ ഒരിക്കൽ കൂടി മൂന്നാം മോദി മന്ത്രിസഭയിലേക്ക് വരുന്നു. പോർട്ട്ഫോളിയോ ഏതാണ് എന്നുള്ള കാര്യത്തിൽ ആകാംക്ഷയുള്ളൂ. എന്തായാലും ധനമന്ത്രി വീണ്ടും ധനമന്ത്രിയാകുമോ, കിട്ടുമോ, അതോ ഈ പ്രധാനപ്പെട്ട ആഭ്യന്തരം, ഫിനാൻസ്, പ്രതിരോധമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഷഫ്ലിംഗ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ ആകാംക്ഷയെ നിൽക്കുകയാണ്. പോർട്ട്ഫോളിയോയെക്കുറിച്ച് ഇപ്പോഴും വലിയ ധാരണ ആർക്കുമില്ല. അപ്പോൾ വിവിധ രാഷ്ട്ര തലവന്മാർ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ, നിയുക്ത MP മാർ, നിയുക്ത മന്ത്രിമാർ ഒക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. R രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർക്കെ, അപ്പോൾ പ്രൗഢമായ ആ വേദി നരേന്ദ്രമോദി സർക്കാരിൻ്റെ സഖ്യ സർക്കാരിൻ്റെ NDA സർക്കാരിൻ്റെ സോണിൻ അധികാരമേറ്റെടുക്കലിലുള്ള പ്രൗഢമായ വേദി ഏതാണ്ട് സജ്ജമാകുന്നു. സമയം 6:10 7:15 ഇനി കുറച്ച് സമയം മാത്രം ബാക്കി. ആർക്കെ, തീർച്ചയായിട്ടുമാണ് ആഷ്മി. ഈ ഫോർകോർട്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും സജീവമാവുകയാണ്. പ്രധാനമന്ത്രി ആയി നരേന്ദ്രമോദി മൂന്നാം തവണയും ചുമതലയേൽക്കുന്ന ചടങ്ങുകൾക്ക് പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരുക്കം ഇവിടെ നടന്നിരിക്കുന്നു. ലോക നേതാക്കൾ, സമീപ രാജ്യങ്ങളുടെ രാജ്യ തലവന്മാർ 7 പേർ ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. അത് ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും വലിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ്. നിലവിൽ കഴിഞ്ഞ 10 വർഷത്തെ ചിത്രത്തിന് വ്യത്യസ്തമായിട്ട് കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് അധികാരത്തിൽ വരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത ഇന്ന് നമുക്ക് ഈ സാഹചര്യത്തിലും ഈ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതാണ്ട് 9,000-ഓളം പേർ, 8,000-നും 9,000-നും ഇടയിൽ അതിഥികളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും ക്ഷണക്കത്തുകൾ നൽകിയാണ് അവരെ ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടേക്ക് അതിഥികൾ എത്തുന്നത്. ഇതിൽ പ്രധാനമന്ത്രി തന്നെ നിശ്ചയിച്ച ചില സെക്ഷനുകളുണ്ട്. അവർ അങ്ങനെയുള്ള സെക്ഷനുകളിൽ പെടുന്ന ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ഈ സെൻട്രൽ വിസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തൊഴിലാളികളുണ്ട്. നമ്മുടെ ഉത്തരാഖണ്ഡിലെ തുരങ്ക അപകടത്തിൽ വളരെ സാഹസികമായിട്ട് ജീവൻ രക്ഷിക്കാനായിട്ട് നേതൃത്വം നൽകിയ റാറ്റ് സംഘാംഗങ്ങൾ ഉണ്ട്. ഒപ്പം ഈ അദ്ദേഹത്തിന്റെ മൻ കി ബാത് പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുത്തവരുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആദിവാസി ജനസമൂഹങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളായിട്ടുള്ള നിരവധി പേരുണ്ട്. മൻ കി ബാത്തിന്റെ ഭാഗമായി പങ്കെടുത്തവരുണ്ട്. അങ്ങനെ നിരവധി പേർ ഇവിടേക്ക് പ്രത്യേക ക്ഷണിതാക്കൾ എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം ഉപരി BJPയുടെ ജില്ലാ അധ്യക്ഷന്മാർ മുതൽ ഉള്ളവരെ കൂടി ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വലിയ രീതിയിൽ പ്രൗഢഗംഭീരമാകുന്ന രീതിയിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് അധികാരമേൽക്കുന്ന ചടങ്ങ് പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ച ആളുകളുണ്ട്. നേരത്തെ 8,000-ലും 10,000-നും ഇടയിൽ ആളുകളുണ്ട്. വിദേശ രാഷ്ട്ര തലവന്മാരുണ്ട്. ഞങ്ങൾ നേരത്തെ ഒന്ന് പറയുകയായിരുന്നു. ഇപ്പോൾ ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിന്റെയും നേപ്പാളിന്റെയും ഭൂട്ടാന്റെയും ഒക്കെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നോത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു അവിടെ എത്തി എന്നുള്ളതാണ്. അദ്ദേഹം എത്തി. ഇന്ത്യയുമായി വളരെ മോശം അപകടകരമായ ബന്ധമായിരുന്നു. അതെ, അപകടകരമായ അവസ്ഥയിലേക്ക് പോയി. അത് മെച്ചപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം കൂടിയാകാം ഈ ക്ഷണം കിട്ടിയപ്പോഴേ പറഞ്ഞിങ്ങി വന്നത്. ഒന്നും നോക്കിയില്ല അദ്ദേഹം വന്നിട്ടുണ്ട്. 7 അയൽ രാജ്യങ്ങളുടെ എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും അയൽക്കാർ, പാകിസ്ഥാൻ ഒഴിച്ചുള്ള ആൾക്കാർ, ശല്യക്കാരൻ അയൽക്കാരെ മാറ്റി നിർത്തി ബാക്കി എല്ലാവരും വിളിച്ചു. എല്ലാവരും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അയൽ രാജ്യങ്ങളുടെ ഒരു സാന്നിധ്യത്തിലായിരിക്കും ഈ സത്യപ്രതിജ്ഞ എല്ലാവരും ഉണ്ട്. അതുപോലെ ഈ സെൻട്രൽ വിസ്റ്റ എന്ന് പറയുന്ന പുതിയ പാർലമെന്റ് മന്ദിരം, ആ മേഖലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത തൊഴിലാളികൾ, അവരെ ഈ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. വന്ദേ ഭാരതിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ഐശ്വര്യ മേനോൻ അടക്കമുള്ള അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഓരോരോ പ്രത്യേകതയുള്ള വിഭാഗങ്ങളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ വിളിച്ച് 8,000-നും 10,000-നും ഇടയിൽ പിന്നെ രാഷ്ട്ര തലവന്മാർ. എന്തായാലും പ്രൗഢമായ ചടങ്ങാണ്. വൈകിട്ട് അവിടെ രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിൽ ഒരു പ്രൗഢമായ ചടങ്ങിന് തുടക്കം വരുന്നു. 6:15 ആവുന്നു. 7:15 ഇനി 1 മണിക്കൂർ മാത്രമാണ് ബാക്കി. എത്ര മന്ത്രിമാർ, 60-ലധികം എന്നിപ്പോഴും കേൾക്കും. കൃത്യം എത്ര നമ്പർ എന്നുള്ളത് എപ്പോഴും അറിയില്ല. പോർട്ട്ഫോളിയോ എത്രയാണെന്ന് അറിയില്ല. അതൊക്കെ അല്പസമയത്തിന് വ്യക്തമാകും. എങ്കിൽ കൂടിയും കാര്യമായ മാറ്റങ്ങളില്ല. പോയ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ ഈ മന്ത്രിസഭയിലുണ്ട്. ഇപ്പോൾ ഒന്ന് സ്മൃതി ഇറാനിയെ പോലെ, അനുരാഗ് താക്കൂറിനെ പോലെ 1-2 പേർ മാറുമെന്ന് ഒഴിച്ചു നിർത്തിയാൽ പ്രധാനപ്പെട്ട മുഖങ്ങൾ അവിടെയുണ്ട്. അവരുടെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ കാര്യമായ വലിയ മാറ്റമില്ലാതെ എന്നാൽ സഖ്യകക്ഷികളിലെ കൂടുതൽ പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമവായ സർക്കാർ
അവിടെ രൂപം കൊള്ളുന്നു. ലോഡിംഗ്. ഹർദീപ് സിംഗ് പുരി, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ പഴയ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും. ഹർദീപ് സിംഗ് പുരി കേന്ദ്രമന്ത്രിയാവും. അവരൊക്കെ വിജയകുമാർ, ഈ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ആഘോഷം തുടങ്ങി എന്ന രീതിയിൽ നമ്മുടെ അജീഷ് കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സംസ്ഥാനത്തുടനീളം പല സ്ഥലങ്ങളിലും കാര്യമായ ആഘോഷം നടക്കുകയാണ്. ഇനി നമുക്കൊന്ന് സുരേഷ് ഗോപിയിലേക്ക് പോയാലോ? അവിടെ എനിക്ക് അതിഥികളൊക്കെ വന്നു തുടങ്ങി. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമ്പോൾ കൊല്ലത്തിന് ഒരു പ്രത്യേക അഭിമാനമുണ്ട്. കാരണം കൊല്ലം മാടനടയിലാണ് സുരേഷ് ഗോപിയുടെ തറവാട്. നമ്മുടെയൊക്കെ തട്ടകമായിരുന്നു. അതെ. അപ്പോ SKന്റെയും സുരേഷ് ഗോപിയുടെയും തട്ടകമായ കൊല്ലംകാർക്ക് ചില കാര്യങ്ങൾ ഓർക്കാനുണ്ട്. നാട്ടുകാർക്കും മാതൃകലാലയമായ ഫാത്തിമ മാതാ കോളേജിലെ സഹപാഠികൾക്കും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ച്, അവരുടെ സഹപാഠിയെ കുറിച്ച്, നാട്ടുകാരനെ കുറിച്ച് പറയാൻ ചിലതുണ്ട്. അതിനകത്ത് കാര്യം വിജയകുമാർ, ഈ ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ഈ ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച ഒരാളാണ് നമ്മുടെ NK പ്രേമേന്ദ്രൻ. ഒരു ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഒരു ക്ലാസ്സിലെ 2 MP മാർ. ഇപ്പൊ അതിലൊരാള് മന്ത്രി, കേന്ദ്രമന്ത്രിയുമായി. അപ്പൊ വളരെ സുഹൃത്തുക്കൾക്കൊക്കെ വലിയ കാര്യമായിരിക്കും. കോളേജിന് ഒരു പ്രത്യേക അഭിമാനം തീർച്ചയായിട്ടും. മാത്രമല്ല ഞാൻ കൊല്ലം SN കോളേജിലാണ് വിജയം പഠിച്ചത്. അപ്പൊ SN കോളേജും ഫാത്തിമ കോളേജും തമ്മിൽ ഒത്തിരി കലിപ്പുണ്ട്. എപ്പോഴും അടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുകയൊക്കെ ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു. ഒരു മതില വേർപെടുന്നത്, ആ മതിൽ അവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സുരേഷ് ഗോപിയുടെ ക്ലാസ്മേറ്റ് എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചോളം വലിയ അഭിമാന നിമിഷമാണിത്. ഒരു MP, ഒരു കേന്ദ്രമന്ത്രി. ആ റിപ്പോർട്ടൊന്ന് കാണാം. അടിയന്തരാവസ്ഥ കാലത്താണ് പ്രീ ഡിഗ്രിക്ക് ഫാത്തിമ കോളേജിൽ സുരേഷ് ഗോപി പഠിക്കുന്നത്. SFI പാനലിൽ സുവോളജി വിഭാഗം വിദ്യാർത്ഥി പ്രതിനിധിയായി ജയിച്ചു കയറിയ പൊടിമീശക്കാരനായ സുരേഷ് ഗോപിയുടെ മുഖം ഇന്നും സഹപാഠിയായ ഇന്നസെന്റ് ജോസഫിന് ഓർമ്മയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പൊസിഷൻ, കേന്ദ്രമന്ത്രി ആവുന്ന ആ ഒരു അവസ്ഥ ശരിക്കും വളരെ അവിശ്വസനീയം. ശരിക്കും പുള്ളിയുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തിനുപരി ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ വയ്യ. അത്ര വലിയൊരു ആഹ്ലാദമാണ് പങ്കിടുന്നത്. ഇവിടെ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ഒന്നിച്ചു വരുന്നത് 75 മുതൽ 77 വരെ ഞങ്ങൾ പ്രീ ഡിഗ്രി. അത് കഴിഞ്ഞ് 77 മുതൽ 80 വരെ ഗ്രാജുവേഷൻ സുവോളജിയിലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു അന്ന്. തുടക്കം മുതൽ ഗ്രാജുവേഷൻ സുവോളജി കഴിഞ്ഞ് പുള്ളി നേരെ MAക്ക് പോയി. സുരേഷ് ഗോപി ഫാത്തിമ കോളേജിന്റെ പടിയിറങ്ങുന്നത് MA ഇംഗ്ലീഷും കഴിഞ്ഞാണ്. തങ്ങളുടെ സമകാലികരെക്കുറിച്ചും ഇന്നസെന്റ് ജോസഫ് വാചാലനായി. കൊല്ലത്തെത്തിയാൽ കുടുംബക്ഷേത്രമായ ഭരണിക്കാവമ്പലത്തിലെത്താതെ സുരേഷ് ഗോപി മടങ്ങില്ല. സുരേഷ് ഗോപി ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് അമ്പലമായിട്ട് വളരെ അടുത്ത ബന്ധവും അദ്ദേഹത്തിൻ്റെ പരമ്പരാഗതമായിട്ട് അപ്പൂപ്പൻ മുതൽ അപ്പൂപ്പൻ അച്ഛൻ മുതൽ ഇവിടെ അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അവർ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിയെക്കുറിച്ച് നാട്ടുകാർക്കും പറയാൻ ഏറെയുണ്ട്. ഞാൻ ഈ കൊല്ലം 40 ദിവസം പുള്ളിക്ക് വേണ്ടി വ്രതം എടുത്തായിരുന്നു. വ്രതം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എല്ലാ വർഷവും വ്രതം എടുക്കുന്ന സമയത്ത് ഈ കൊല്ലം ഞാൻ വ്രതം എടുത്തപ്പം ഞാൻ പറഞ്ഞു ഈ കൊല്ലം സുരേഷ് ഏട്ടന് വേണ്ടിയുള്ള വ്രതമാണെന്ന് പറഞ്ഞു. അത് ഫർണിക്കാലാണ് കടാക്ഷം കൊണ്ടത് കിട്ടുകയും ചെയ്ത്. അതിന് ദേവിയോടാണ് ഞാൻ കടപ്പാട് അംഗീകരിച്ചത്. കേന്ദ്രമന്ത്രിയായി തിരിച്ചെത്തുന്ന പ്രിയപ്പെട്ടവന് വമ്പൻ സ്വീകരണം തന്നെ ഒരുക്കാനാണ് നാട്ടുകാരുടെയും സഹപാഠികളുടെയും തീരുമാനം. അരുൺരാജ്, 24 കൊല്ലം. കാശിനാഥൻ പറയുന്നത് വിജയകുമാർ വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. അന്ന് അടി സമയത്ത് SK ഓടിയ വഴിയാണോ പുതിയ തീരദേശ ഹൈവേ വന്നതെന്ന്. ക്ലാസ് ജോക്ക് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി അജീഷ് ജയകുമാർ നമുക്ക് പങ്കുചേരുന്നു. പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ആഘോഷം തുടങ്ങി എന്നാണ് വാർത്തകൾ വരുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ആഘോഷങ്ങൾ നടക്കുന്നു. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? തിരുവനന്തപുരത്ത് പൊതുവെ എങ്ങനെയാണ് പരിപാടികളും ആഘോഷങ്ങളും ആവേശവും? മൂന്നാം മോദി സർക്കാർ രാജ്യതലസ്ഥാനത്ത് നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു സ്ഥലം മാരാർജി ഭവനാണ്, സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. കാരണം അവർക്ക് ആദ്യമായി തന്നെ താമര ചിഹ്നത്തിൽ ഒരു അംഗത്തെ അയക്കാനായി, മാത്രമല്ല ഇരട്ടി മധുരമെന്നോളം അവർക്ക് ഒരു കേന്ദ്രമന്ത്രി 2 കേന്ദ്രമന്ത്രിമാരെ കിട്ടുകയും ചെയ്തു. അങ്ങനെ വലിയ സന്തോഷത്തിലാണ് BJPയുടെ സംസ്ഥാന ഓഫീസ് കാര്യാലയം. ഇവിടെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം ഡൽഹിയിലാണ്. ഇവിടെ വളരെ കുറച്ച് നേതാക്കളും അണികളും പ്രവർത്തകരും മാത്രമാണ് ഉള്ളത്. അവിടെ ഇതിന് മുന്നിൽ അവർ ചെണ്ടമേളം കൊട്ടിയും മധുരം വിതരണം ചെയ്തും അവർ അവരുടെ പാർട്ടി പതാക ഉയർത്തിയും അവർ ആഘോഷിക്കുകയാണ്. BJPയുടെ കുറച്ച് നേതാക്കളുണ്ട്. ഈ ആഘോഷം തുടങ്ങാൻ കുറച്ച് വൈകിയോ? ഇല്ല, ഞങ്ങള് പറഞ്ഞ സമയത്ത് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. വളരെ വളരെ സന്തോഷമാണ്. ഇനിയും 1 മണിക്കൂറുണ്ട്, സത്യപ്രതിജ്ഞയ്ക്ക് 1 മണിക്കൂറുണ്ട്. അതെ, 2 കേന്ദ്രമന്ത്രിമാരാണ് നമുക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും 2 കേന്ദ്രമന്ത്രിമാരാണ്. വളരെ സന്തോഷമാണ്. സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും നേരത്തെ തന്നെ നമ്മുടെ OSD ആയിരുന്നിട്ടുണ്ട്. 1ാം NDA ഗവൺമെന്റ് കാലഘട്ടത്തിൽ മന്ത്രിയുടെ OSD ആയിരുന്നു. 2ാമത് ന്യൂനപക്ഷത്തിന്റെ കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ 2 ഇരട്ടി മധുരമാണ്. പായസമൊന്നും കിട്ടിയില്ല, പുറത്തൊരു പായസമൊക്കെ
വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാം വളരെ സന്തോഷമാണ്. എല്ലാ സ്ഥലത്തും, നഗരത്തിന്റെ എല്ലാ സ്ഥലത്തും, കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മുടെ ആഘോഷിക്കുന്നത്. അതാണ് ബിജെപിയുടെ സംസ്ഥാന നേതാവ് JR പത്മകുമാറാണ് സംസാരിച്ചത്. അതേപോലെ പായസമൊക്കെ അകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അത് പ്രവർത്തകർ കൂടെ തന്നെ വിതരണം ചെയ്യും. അവിടെ കുറച്ച് പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ പല സ്ഥലങ്ങളിലും ഈ കൊച്ചു മുടുക്കുകളിലൊക്കെ തന്നെ ഈ BJP പ്രവർത്തകർ പ്രാദേശികമായി തന്നെ പായസമൊക്കെ ഉണ്ടാക്കി അവർ ഈ ആഘോഷിക്കുന്നുണ്ട് ഈ വിജയം, ഈ സത്യപ്രതിജ്ഞ. അതേപോലെ തന്നെ ഈ പല മേഖലകളിലും അവർ പായസം മാത്രമല്ല മധുരം വിതരണം അവർ വിജയം പലതരത്തിൽ ആഘോഷിക്കുന്നുണ്ട്. എന്തായാലും BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും അതിന്റെ ആ ഒരു പകർപ്പ് നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള ആഘോഷം സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ഇവിടെ ഇപ്പോൾ തുടരുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ കേന്ദ്രമന്ത്രിമാർ കൂടിയാണ്. ഇപ്പോൾ നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, അശ്വിനി വൈഷ്ണവ് ഇവരൊക്കെ ഈ മന്ത്രിസഭയിലുമുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കൗതുകം എനിക്ക് തോന്നുന്നത് ഇതിൽ ധനവകുപ്പ് നിർമ്മല സീതാരാമൻ മാറിയത് അമിത്ഷായുടെ കൈകളിലേക്ക് വരുമോ എന്നുള്ളതാണ്. അതൊരു വലിയ ചോദ്യം തന്നെയായിരിക്കും. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഘട്ടത്തിൽ. അത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഈ ധനവകുപ്പിന്റെ കയ്യിൽ പല അന്വേഷണ ഏജൻസികളിലും ഉണ്ട്. ED അടക്കം ധനവകുപ്പിന് കൂടി റോളുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. അത് അമിത്ഷായുടെ കൈകളിലേക്ക് വരുന്നത് സർക്കാരിന്റെ കെട്ടുറപ്പിന് കൂടി നല്ലതാണ് എന്ന് ചില രാഷ്ട്രീയ വിശാരദന്മാർ പറയുന്നുണ്ട്. അപ്പോ എന്തായാലും നമുക്കറിയില്ല. അതാണ് ഞാൻ ഈ നിമിഷം ശരിയാണോ എന്ന് ചോദിച്ചത്. കിടക്കട്ടെ, എന്നാലും അത് കുഴപ്പമില്ല. നമ്മുടെ ചില നിഗമനങ്ങൾ. അപ്പോ അതായത് ആഷ്മി, KP സഞ്ജയ് പറയുന്നു, ഇന്നലെ വരെ നിങ്ങളുടെ ചാനൽ കണ്ടപ്പോൾ ഞാൻ കരുതി മോദി തോറ്റു രാഹുൽ ജയിച്ചു എന്നാണെന്ന്. പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആകുമെന്നാണ് വിചാരിച്ചത്. ഇന്നാണ് മോദി 3ാം തവണയും ഭരിക്കുകയാണെന്ന് മനസ്സിലായത്. എന്താ സഞ്ജയ്, നമ്മൾ ഈ ജോർജ് കുര്യൻ മന്ത്രി ആയതുപോലെ പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ കാര്യമല്ലേ. ഓക്കെ, നമ്മള് ഇവിടെ ശക്തമായ പ്രതിപക്ഷമുണ്ട്. ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. അത് എന്തായാലും വിജയമാണ്. ഞാൻ മോർണിംഗ് ഷോയിലൊക്കെ പറഞ്ഞു ആഷ്മി, അതായത് വലിയൊരു സൗന്ദര്യം ഇപ്പൊ ഇന്ത്യയിൽ കാണുന്നത്. കേരളത്തിലും അതുപോലെ തന്നെ. അതായത് അടി ആവശ്യത്തിന് കൊടുക്കുമെന്ന് വെച്ചാൽ കൊടുത്തു. എന്നാൽ നിങ്ങൾ നേരെ പോകാൻ മര്യാദയ്ക്ക് നമ്മുടെ ഒരു അമ്മ മാതൃവാത്സല്യത്തോടെ കുട്ടിക്ക് ഒരു അടി കൊടുക്കുന്ന ആ ഒരു വാത്സല്യമുണ്ട്. ഈ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇന്ത്യയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നു. ഒന്ന്, ഓഹരി വിപണിയിൽ വലിയ കുംഭകോണം നടത്തി. അതിലൊരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPC അന്വേഷണം വേണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട്, ഈ നാഷണൽ ടെസ്റ്റിംഗ് നീറ്റിന്റെ കാര്യത്തിൽ വലിയ ആരോപണം. കുഴപ്പമുണ്ടെന്നാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ പ്രതിപക്ഷം കൊണ്ടുവന്നത്. ഭൂപീന്ദർ യാദവ്, ഹർദീപ് പുരി, ജിതേന്ദ്ര സിംഗ് യാദവ് എന്നിവർ അവരുടെ പോർട്ട്ഫോളിയോകൾ നിലനിർത്തേക്ക് നിൽക്കുന്നു. അവർ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 4 വകുപ്പുകളാണ്. എന്ന് പറഞ്ഞാൽ ഹോം, എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം, പ്രതിരോധം, സാമ്പത്തിക കാര്യം, എക്സ്റ്റേണൽ അഫയേഴ്സ്. ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ വളരെ സജീവമായി തന്നെ കേൾക്കുന്നു. അതാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ ഈ 4 BJP തന്നെ എടുക്കുന്നു. 4 മന്ത്രിമാർ തന്നെയാണ്. നിർമ്മല സീതാരാമൻ, അമിത്ഷാ അടക്കമുള്ള S ജയശങ്കർ അടക്കമുള്ള മന്ത്രിമാർ തന്നെയാണ്. പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് കൈകാര്യം ചെയ്യുന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷയാണ്. ചിരാഗ് പാസ്വാൻ വരുന്നു. അദ്ദേഹം രാംവിലാസ് പാസ്വാന്റെ മകനാണ്, മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്, സിനിമാ ചലച്ചിത്ര താരം കൂടിയാണ്. 5 സീറ്റിൽ ജയിച്ചു. വലിയ മിന്നുന്ന അദ്ദേഹം മന്ത്രിയാകുന്നു. ക്യാബിനറ്റിൽ ഊർജ്ജ വകുപ്പായിരിക്കും എന്ന് കേൾക്കുന്നു. നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം എന്താ പറയുന്നത്. 5 उनको वापस जीत कर दी, उनके विश्वास को पूरा किया. अब ये एक नई जिम्मेदारी का विश्वास, पूरी मेहनत, पूरी क्षमता के साथ उनकी उम्मीदों पर खरा उतरूंगा, ये विश्वास दिलाता हूं. मंत्री बनने के बाद प्राथमिकता क्या रहेगी आपकी? ये आने वाली आज कितना बड़ा दिन मैडम? बहुत, मेरे लिए बहुत बड़ा दिन है. बहुत मैं खुश हूँ. मेरा बेटा आज मंत्री बनने जा रहा है. എന്റെ മോൻ മന്ത്രിയായത് വലിയ സന്തോഷമുണ്ടെന്നാ രാംവിലാസ് ഭാര്യ അമ്മ പറയുന്നത്. തീർച്ചയായിട്ടും. ആഷ്മി, വിജയകുമാർ, നമുക്കിനി ഒരു കുഞ്ഞു ഇടവേള വേണ്ടി വരും. അപ്പൊ ഇടവേള കഴിഞ്ഞിട്ട് വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആരാകും മന്ത്രിയാകും? അല്ല, ഊഹമുണ്ടോ വിജയകുമാറിന്? ചില പേരുകൾ കേൾക്കുന്നു. നമുക്കൊരു സസ്പെൻസ് വെച്ചാൽ പൊളിറ്റിക്കൽ സസ്പെൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കാര്യം ജോർജ് കുര്യൻ മന്ത്രി ആയതുപോലെ തന്നെ ഈ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ ചില സസ്പെൻസ് നിലനിൽക്കുന്നു. പക്ഷെ ഇതെല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, നമ്മള് കുഞ്ഞു ഇടവേള എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗവർണറുടെ വരവ്. വിടാൻ പറ്റത്തില്ല. ഓക്കെ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടി ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നു. അദ്ദേഹവും ക്ഷണിക്കപ്പെട്ട ആളാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞു അല്ലേ? ഓക്കെ, വളരെ വളരെ സുസ്മരവതനായിട്ട് തന്നെയാണ് ഗവർണർ അതിഥിയായിട്ട് ഈ ചടങ്ങ് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുള്ളത്. സുരേഷ് ഗോപി എല്ലാം ദൈവം നിശ്ചയിച്ച വഴിയെ കാര്യങ്ങൾ പോകുന്നു. ഞാൻ വിധേയനാവുന്നു. 10 വർഷം മുമ്പ് അങ്ങനെ ഇതേ സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ അങ്ങ് അഭിനന്ദിക്കാനായിരുന്നു വന്നിരുന്നത് പ്രധാനമന്ത്രി മോദിയെ. ഇപ്പൊ അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നിരിക്കുന്നു.
ഇതെല്ലാം കാലത്തിൻ്റെ എന്താണ് കാവ്യനീതി എന്ന് പറയില്ലേ, അതായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എന്തോ ഒരു മിറക്കിളാണ്. ആ മിറക്കിൾ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഇങ്ങനെ അതിനകത്തേക്ക് കാറ്റലിസ്റ്റുകളൊക്കെ ചേർന്ന് ഒരു കറ്റാലിറ്റിക് ആക്ഷൻ വന്നതിന്റെ ഫലമായിട്ട് ഇന്ന് ഈ ഒരു പരുവത്തിലെത്തി നിൽക്കുന്നു. വകുപ്പ് അങ്ങനെ എന്തെങ്കിലും ചർച്ച അറിയില്ല, എന്താണെന്ന് പോലും അറിയില്ല, എന്താണ് കാര്യങ്ങളെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ തിരിച്ചു പോയതാണ്. എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു, ഞാൻ വന്നു. എനിക്ക് അത്രേ അറിയുള്ളൂ. ഇന്ന് മറ്റൊരു മന്ത്രി അതൊന്നും എനിക്കറിയില്ല, എനിക്കിത് മാത്രമേ അറിയൂ. ഞാൻ TV പോലും തുറന്നിട്ടില്ല, കാരണം എനിക്ക് റെഡിയാവാനുള്ള സമയമേ കിട്ടിയിട്ടുള്ളൂ. ആശംസകൾ. താങ്ക് യു. തൃശ്ശൂരിലെ ജനങ്ങളെ ഇപ്പോൾ നിയുക്ത മന്ത്രി ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കാലിൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹാശംസകളോടെ ഞാൻ മുന്നോട്ട് പോകുന്നു. താങ്ക് യു. സുരേഷ് ഗോപി നിയുക്ത മന്ത്രി നമ്മുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയോട് സംസാരിക്കുകയായിരുന്നു. ബൽറാം നെടുങ്ങാടി പറഞ്ഞത് 10 കൊല്ലം മുമ്പ് ഡൽഹിയിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹം നരേന്ദ്രമോദി അഭിനന്ദിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ കാവ്യനീതി എന്നോണം ഇന്ന് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. സത്യമാണ്, അദ്ദേഹം മന്ത്രിയാകാനില്ല എന്ന് തീരുമാനിച്ചതിന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിലിരിക്കുമ്പോൾ ഡൽഹിയിലേക്ക് വന്നേ പറ്റൂ, തൃശ്ശൂരിലെ ജനങ്ങളോട് താങ്കൾക്ക് നീതി കാണിക്കണം, അവരോട് പറഞ്ഞിട്ടുള്ള കടപ്പാടുകൾ പൂർത്തിയാക്കണം, ഡൽഹിക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപി പെട്ടിയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി. വളരെ ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ചില സുഹൃത്തുക്കളൊക്കെ എന്നോട് ഫോണിൽ പറഞ്ഞു പെട്ടെന്ന് ഇത്ര നേരം കൊണ്ട് തയ്യാറാക്കണം, കാര്യം 12:30 മണിയുടെ ഫ്ലൈറ്റ് മിസ് ചെയ്താൽ പിന്നെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മളൊക്കെ സാധാരണ ലാസ്റ്റ് മിനിറ്റ് എന്ന് ട്രെയിനിൽ കയറുന്ന ലൈവ് അല്ലേ. എന്തായാലും സുരേഷ് ഗോപി ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇടവേള, ആ കുഞ്ഞു ഇടവേള കഴിഞ്ഞ് വേഗം മടങ്ങി വരാം. എന്തായാലും കൗണ്ടിംഗ് ഡേ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, അവസാനം വരെ നമ്മളും കൂടെ കാണും അല്ലേ. ഈ അധികാരത്തിൽ ഏറ്റി കഴിഞ്ഞാൽ പിന്നെ സത്യപ്രതിജ്ഞ കൂടെ നമ്മൾ കാണണ്ടേ. അപ്പോൾ ഇടവേള. വീണ്ടും സ്വാഗതം. 7:15 തന്നെ പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഷബീർ മണ്ണാർക്കാട് ഒരു സംശയം, ഇലക്ഷനിൽ ജയിക്കാതെ എങ്ങനെയാണ് ഒരാൾക്ക് മന്ത്രിയാക്കാൻ പറ്റുക? അത് അങ്ങനെ ആകാൻ ഭരണഘടനയിൽ പ്രൊവിഷനുണ്ട്. 6 മാസം വരെ ഒരാൾക്ക് തെരഞ്ഞെടുപ്പില്ലാതെ മന്ത്രിയായി തുടരാം. 6 മാസത്തിനകം മന്ത്രിയായില്ലെങ്കിൽ ഇടമന്ത്രിസ്ഥാനം പോകും. പിന്നെ രാജ്യസഭാ അംഗമായാലും മതി അയാൾക്ക് മന്ത്രിയാകാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനും ഒരാൾക്ക് കഴിയും. അതിനൊക്കെയുള്ള പ്രൊവിഷൻ ഭരണഘടനയിലുണ്ട്. അത് വിശദമായിട്ട് നമുക്ക് പിന്നീട് ഒരു അവസരം ചർച്ച ചെയ്യാം അല്ലേ. നമ്മൾ തമിഴ്നാട്ടിലേക്കൊന്ന് പോകുന്നു. എസ് കെ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ അണ്ണാമലൈ കേന്ദ്രമന്ത്രിയാകുമെന്ന് സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അണ്ണാമലൈ അല്ല, പകരം BJP അധ്യക്ഷനായി അണ്ണാമലൈ തുടരും. എൽ മുരുകൻ തമിഴ്നാട്ടിലുള്ള ഏക കേന്ദ്രമന്ത്രിയാകും. അപ്പോൾ അണ്ണാമലൈ സംഘടനാ ചുമതലയിൽ തുടരട്ടെ, മുരുകൻ പാർലമെന്ററി രംഗത്ത് വരട്ടെ എന്നതാണ് BJP തമിഴ്നാട്ടിലെ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കി. അണ്ണാമലൈ കേന്ദ്രമന്ത്രി ആകുമെന്നുള്ളത് ഇന്ന് രാവിലെ വളരെ സജീവമായി പറഞ്ഞു കേട്ടതാണ്. തമിഴ് മാധ്യമപ്രവർത്തകർ അണ്ണാമലൈ തന്നെ അത്തരത്തിൽ സൂചന കൊടുത്തു പറയുന്നു. ചെന്നൈയിലേക്ക് ഒന്ന് പോയിട്ട് മനീഷ് മൂർത്തി നമുക്കൊപ്പം ചേർന്നു. മനീഷ് മൂർത്തി, എന്തൊക്കെയാണ് വിവരങ്ങൾ? കെ അണ്ണാമലൈ മന്ത്രിയാകുന്നു എന്ന പേര് കേട്ട് ഇപ്പോൾ എൽ മുരുകന്റെ പേരിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ മാറ്റം? തമിഴ്നാട്ടിലുള്ള ദളിത് മുഖം എൽ മുരുകനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് NDA എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ അണ്ണാമലയുടെ പേര് ഇന്ന് രാവിലെ മുതൽ തന്നെ പറഞ്ഞ് കേട്ട പേരുകളിൽ ഒന്നാണ്. എന്നാൽ ഈ പറഞ്ഞ പട്ടിക ഇറങ്ങുമ്പോൾ, മന്ത്രിമാരുടെ പട്ടിക ഇറങ്ങുമ്പോൾ അതിൽ കെ അണ്ണാമല ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഘടനാ രംഗത്ത് കെ അണ്ണാമല തുടരട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വലിയ വർധനവ് 8 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് BJP എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല NDAയുടെ സഖ്യകക്ഷികൾ 3 ഇടങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു വലിയ നേട്ടം എന്തായാലും തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കെ അണ്ണാമലയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് എന്തായാലും NDA സഖ്യത്തിനുള്ളത്. ആ രീതിയിൽ തന്നെ അപ്പോൾ പാർലമെന്ററി സംവിധാനത്തിലേക്ക് എത്താതെ സംഘടനാ ചുമതലയിൽ തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ് എന്നുള്ളതാണ് NDAയുടെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ തോതിലുള്ള വിമർശനം, എൽ മുരുകനെ മന്ത്രിയാക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള വിമർശനമുണ്ട്. അത് BJP അനുഭാവികളിൽ നിന്ന് തന്നെയുണ്ട്. കാരണം കെ അണ്ണാമലയെ മന്ത്രിയാക്കണം, കേന്ദ്രത്തിൽ മന്ത്രിയാക്കണം എന്നുള്ളൊരു ആവശ്യം നിരവധി പ്രവർത്തകർക്കിടയിൽ നിന്ന് BJPയുടെ അനുഭാവികൾക്കിടയിൽ നിന്നൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. നമുക്കറിയാം 2021 എൽ മുരുകൻ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. മന്ത്രിസഭാ വിപുലീകരണത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, ഫിഷറീസും അനിമൽ ഹസ്ബൻഡറിയും വകുപ്പുകളാണ് അദ്ദേഹം വഹിച്ചിരുന്നത്. എന്തായാലും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തന്നെ നിലനിർത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ കെ അണ്ണാമലയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് വലിയ ചർച്ച ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് സാമൂഹിക മാധ്യമങ്ങൾക്കകത്തും പുറത്തുമൊക്കെ വ്യാപകമായി തന്നെ
നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു. രാഷ്ട്രപതി ഭവനിലേക്ക് എസ്കാൻ കഴിഞ്ഞ തവണയും ആരാണ് രണ്ടാം ചോദ്യത്തിൽ രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു ലിസ്റ്റിൽ. പക്ഷേ ആരായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടാം അമിത്ഷാ തന്നെയായിരുന്നു എന്ന് പല പ്രവർത്തനങ്ങൾ ബോധ്യപ്പെട്ടതാണ്. എന്തായാലും ഇക്കുറിയും രാജ്നാഥ് സിംഗ് ആണ് രണ്ടാമന്റെ പേര്. പിന്നെ നിതിൻ ഗഡ്കരി, അമിത്ഷാ, നിർമ്മലാ സീതാരാമൻ, അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, മൻസുഖ് മാണ്ഡവ്യ, അർജുൻ മേഘ്വാൾ, ശിവരാജ് സിംഗ് ചൗഹാൻ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മനോഹർലാൽ ഖട്ടർ, സർവാനന്ദ് സോനോവാൾ, കിരൺ റിജ്ജു, റാവു ഇന്ദർജിത്ത്, കമൽജിത്ത് ഷെറാവത്ത്, രക്ഷാ ഗഡ്സെ, കിഷൻ റെഡ്ഡി, ഹർദീപ് പുരി, ഗിരിരാജ് സിംഗ്, നിത്യാനന്ദ റായ്, ബണ്ടി സഞ്ജയ് കുമാർ, പങ്കജ് ചൗധരി, BL വർമ്മ, അന്നപൂർണ ദേവി, രവനീത് സിംഗ് ബിട്ടു, ശോഭ കരന്തലജെ, ഹർഷ് മൽഹോത്ര, ജിതിൻ പ്രസാദ, ഭഗീര ചൗധരി, CR പാട്ടീൽ, അജയ് തംദ, ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയ മന്ത്രിമാരാണ്. മുഖ്യമന്ത്രി വരുന്നുണ്ട്, യോഗി ആദിത്യനാഥ് രാഷ്ട്രപതി ഭവനിലേക്ക് വരികയാണ്. ബിജെപിയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ മുഖ്യമന്ത്രിമാരും കേരള മുഖ്യമന്ത്രിക്ക് പക്ഷേ പോകുന്നില്ല. ഏതൊക്കെ മുഖ്യമന്ത്രിമാർക്കും ബാക്കിയുള്ള ക്ഷണമുണ്ടെന്നാലും വ്യക്തമല്ല. എന്തായാലും പിണറായി വിജയൻ ക്ഷണമുണ്ടായിരുന്നു, അദ്ദേഹം ഡൽഹിയിലുണ്ട്, പക്ഷേ പോകുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും എസ്കെ അവിടെ UP-യിൽ എന്താ വലിയ തിരിച്ചടി ഉണ്ടായിട്ടും UP-യിൽ നിന്ന് 8 മന്ത്രിമാർ, UP-ക്കും ബീഹാറിനും 8 മന്ത്രിമാർ വീതമാണ്. അപ്പം മന്ത്രിമാർ എണ്ണമൊന്നും കുറയ്ക്കുന്നില്ല. UP BJP വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ഹൃദയഭൂമി എന്ന് തന്നെ കരുതുന്ന സ്ഥലമാണ്. അവിടെ 8 മന്ത്രിമാരെ കൊടുക്കുന്നു. യോഗി ആദിത്യനാഥ് അജിത് പവാർ രാഷ്ട്രപതി ഭവനിൽ എത്തിയിട്ടുണ്ട്. അജിത് പവാർ നേരത്തെ ഒരു ചെറിയ കലിപ്പൊക്കെ ആയിരുന്നു, അദ്ദേഹം അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട അതിഥികളൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. രാഷ്ട്രപതി ഭവൻ അങ്കണം പ്രൗഢമായ ഒരു സദസ്സിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പും പൂർത്തിയാക്കിയിരിക്കുന്നു. ഡൽഹി നോ ഫ്ലൈ സോണായി പ്രഖ്യാപിക്കുന്നു. അവിടെ പോലീസ് അതിൻ്റെ മുകളിൽ ഡ്രോണുകളോ അങ്ങനെ ഹോട്ട് എയർ ബലൂണുകളോ ഒന്നും പറത്താൻ അനുവാദമൊന്നുമില്ല. അങ്ങനെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായിരിക്കുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കൾ, പ്രധാനപ്പെട്ട അതിഥികൾ, പ്രധാനപ്പെട്ട നയതന്ത്ര പ്രതിനിധികൾ, മറ്റു രാജ്യങ്ങളിലെ മറ്റ് നയതന്ത്ര പ്രതിനിധികളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ചരിത്രപരമായ കാണാം. ഈ മന്ത്രിസഭയിൽ ഒരു പക്ഷേ വളരെ ശ്രദ്ധേയമായ ഒരു മുഖമാകും നിതിൻ ഗഡ്കരി. നേരത്തെ നിതിൻ ഗഡ്കരിക്ക് കുറെ കൂടി മികച്ച വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹത്തിന്റെ ഉപരിതല ഗതാഗതം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 100% സക്സസ് റേറ്റ് ഉള്ള ഒരു വകുപ്പായി വിലയിരുത്തിയതാണ്. ആ മികവൊക്കെ കണക്കിലെടുത്ത് അദ്ദേഹത്തെ കുറെ കൂടി കിരൺ റിജിജു നമ്മൾ കാണുന്നുണ്ട്. ഈ സർക്കാരിൽ ഈ മന്ത്രിസഭയിൽ കിരൺ റിജിജുവും ഉണ്ടാകും. ഹർദീപ് സിംഗ് പുരി കടന്നു പോകുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരുടെ നീണ്ട നിര നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ ഒരു ഘട്ടത്തിൽ ശിവസേന ഉദ്ധവ് വിഭാഗം ഈ സർക്കാരിനെ പിന്തുണയ്ക്കാം, പ്രധാനമന്ത്രി പദവി മാറുകയാണെങ്കിൽ എന്നൊക്കെ കേട്ടിരുന്നു. വേറൊരു എന്താണ് മറ്റൊരു മുഖം കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങളുടെ പിന്തുണ നൽകാം എന്നൊക്കെ പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ, സ്ഥിരീകരണമൊന്നുമില്ല, അങ്ങനെ ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ആ പേര് നിതിൻ ഗഡ്കരിയുടേതായിരുന്നു എന്നാണ് അന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ നിതിൻ ഗഡ്കരിയുടെ വകുപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നതും ഒരു കൗതുകം തന്നെയാണ്. നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതി ഭവന്റെ അങ്കണം. 8,000-നും 10,000-നും ഇടയിൽ ആളുകളെയാണ് അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം അവിടെ എത്തും. അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങി എന്ന് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ഷണിക്കപ്പെട്ട അതിഥികൾ, നിയുക്ത മന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെ BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, BJP സംസ്ഥാന നേതാക്കൾ, അതുപോലെ പ്രസിഡന്റുമാരടങ്ങുന്ന BJP സംസ്ഥാന പ്രസിഡന്റുമാരടങ്ങുന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് BJP, അതുപോലെ തന്നെ BJPയോട് അടുപ്പമുള്ള മറ്റു നേതാക്കളൊക്കെ കഴിഞ്ഞ തവണ ഇത്രയും ഒരു ജനക്കൂട്ടം അവിടെ ഇല്ലായിരുന്നു അല്ലേ? അല്ല, ഇത്തവണ കുറെ കൂടി വിപുലമായി. അതായത് കർത്തവ്യ പത്തിലോ ഭാരത് മണ്ഡപത്തിലോ നടത്തുക, ഒരു വലിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇതിന്റെ ഭാഗമായി നടത്താനൊക്കെ തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ 240-ലേക്ക് BJP പരിമിതപ്പെട്ടതോടെ ആഘോഷങ്ങളുടെ മാറ്റ് ആഘോഷിക്കേണ്ട. മാത്രമല്ല കൂടുതൽ വിദേശ രാജ്യ പ്രതിനിധികളെ വലിയ രാഷ്ട്ര തലവന്മാർ കൊണ്ടുവരാനൊക്കെയായിരുന്നു പ്ലാൻ. അത് മാറ്റിയാണ് ഇപ്പം അയൽ രാജ്യങ്ങളെ മാത്രം വിളിച്ചത്. എസ്കാൻ എന്തായാലും കൂടുതൽ അതിഥികൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. മനോഹർലാൽ ഖട്ടർ അല്പസമയം ഹരിയാന മുൻ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകാൻ പോകുന്നു. അർജുൻ റാം മേഘ്വാൾ രണ്ടാം മോദി സർക്കാർ നിയമമന്ത്രിയായിരുന്നു. ബിക്കാനീർ രാജസ്ഥാനിൽ അദ്ദേഹം അവിടെ മൂന്നാം മോദി മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ പോകുന്നു. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് നമ്മൾ നേരത്തെ കണ്ടു. സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് എത്തുകയാണ്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ BJP അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് തുറന്ന സുരേഷ് ഗോപി രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയാണ്. സുരേഷ് ഗോപിക്ക് ഏതാണ് പോർട്ട്ഫോളിയോ എന്നൊക്കെ അറിയാനുള്ള വലിയ ആകാംക്ഷയുണ്ട്. സഹമന്ത്രിയാകുമോ അതോ സ്വതന്ത്ര ചുമതല അല്ലെങ്കിൽ നിയമമന്ത്രിയാകുമോ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ആകാംക്ഷയുണ്ടെങ്കിൽ കൂടിയും ജയിച്ച ആദ്യ ഊഴത്തിൽ തന്നെ സുരേഷ് ഗോപി മൂന്നാം മോദി മന്ത്രിസഭയിൽ അംഗമാകാൻ പോകുന്നു എന്നുള്ളത് അതിപ്രധാന
സുപ്രധാനമാണ്, ചരിത്രപരം തന്നെയാണ്. അതോടൊപ്പം ജോർജ് കുര്യൻ എപ്പോഴെത്തും എന്നുള്ളതാണ് ആകാംക്ഷ. ഒരുപക്ഷെ സുരേഷ് ഗോപി നേരത്തെ മന്ത്രിയാകും എന്ന സൂചനയുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായ ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം സുരേഷ് ഗോപിക്ക് കുറി ക്യാബിനറ്റ് പദവി എന്നുള്ള കാര്യം നേരത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. ജയിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ സംഭവിക്കുന്നുണ്ടായത്. രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെറിയൊരു ഉദ്യോഗം ഉണ്ടായത്. പക്ഷേ ജോർജ് കുര്യൻ 100% സർപ്രൈസ് മിനിസ്റ്ററാണ്. അപ്പോൾ ജോർജ് കുര്യൻ്റെ പ്രതികരണത്തിലൊക്കെ കുറച്ചുകൂടി ആകാം. ഒരു സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ എനിക്ക് വ്യക്തിപരമായ ആകാംക്ഷയുള്ളത് ജോർജ് കുര്യൻ്റെ ഒരു പ്രതികരണത്തിന് തന്നെയാണ്. ആരും ഒരുപക്ഷെ അദ്ദേഹം പോലും എപ്പോഴറിഞ്ഞു എന്ന കാര്യത്തിലൊക്കെ ചെറിയ ആകാംക്ഷയുണ്ട്. എന്തായാലും അല്പസമയത്ത് ജോർജ് കുര്യൻ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാർ എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ സീറ്റിന്റെ പ്രാതിനിധ്യം അനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് തർക്കമില്ലാത്തൊരു വകുപ്പ് ജയശങ്കറിന്റേതായിരിക്കും. വിദേശകാര്യം തന്നെ ആരും ആ വകുപ്പിൽ മറ്റൊരു ക്ലെയിം ഉണ്ടാകില്ല. അദ്ദേഹം തന്നെ ആയിരിക്കും. സുരേഷ് ഗോപി, ശിവരാജ് സിംഗ് ചൗഹാൻ, മൻസുഖ് മാണ്ഡവ്യ കഴിഞ്ഞ സർക്കാരിലെ ആരോഗ്യമന്ത്രി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആരോഗ്യമല്ലെങ്കിൽ മറ്റൊരു വകുപ്പായിരിക്കും അദ്ദേഹവും. നമുക്കൊരു കാര്യം ചെയ്യാലോ, ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരും കൂടുതൽ വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരുപാട് അതിഥികൾ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞു. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? തീർച്ചയായിട്ടും എസ് കെ എൻ. ഈ നേരത്തെ എസ് കെ എനും വിജയനും ഹാഷ്മിയും സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി ഭവനിൽ ഏതാണ്ട് 9,000-ഓളം അതിഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അല്പസമയത്തിനകം നിയുക്ത പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി അടക്കമുള്ളവരിവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഒക്കെ പൂർത്തിയാക്കിയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഇവർക്കെല്ലാം ഈ നൽകുന്ന സത്യപ്രതിജ്ഞയുടെ ആ ഒരു കോപ്പി അവർക്ക് നേരത്തെ നൽകും. അതൊന്ന് വായിച്ചു നോക്കി ഒന്ന് പരിചയപ്പെട്ടിരിക്കാനായിട്ട് അങ്ങനെയുള്ള കോപ്പികളൊക്കെ വായിച്ചു നോക്കി പരിചയപ്പെട്ടതിന് ശേഷമാണ് അവരെല്ലാം ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ സമയം 7:15 എന്ന സമയം ഒരുപക്ഷെ ഇന്നത്തെ ഈ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകതയൊക്കെ കണക്കിലെടുത്താണ് ആ സമയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് അവിടെ നിയുക്ത പ്രധാനമന്ത്രി അവിടെ വരാനും ഈ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്താണ് അദ്ദേഹവും അവിടേക്ക് വരുന്നത്. ഏതായാലും നമുക്ക് കാണാൻ പറ്റുന്നത് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാൻ, മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ ഈ കൂട്ടത്തിൽ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയായി സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. അദ്ദേഹം മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുക. നിതിൻ ഗഡ്കരി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരി ഏവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു മന്ത്രിയായി കഴിഞ്ഞ തവണ ഉപരിതല ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതാണ്. ഇത്തവണ ഈ ഉപരിതല ഗതാഗത വകുപ്പിന് വേണ്ടിയിട്ട് TDP ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉപരിതല ഗതാഗത വകുപ്പ് വളരെ ക്രിയാത്മകമായിട്ട് കൈകാര്യം ചെയ്ത വ്യക്തി എന്ന രീതിയിൽ നിതിൻ ഗഡ്കരി ഈ സഭയുടെ ഭാഗമായിട്ട് തന്നെ വീണ്ടും ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. രാജ്നാഥ് സിംഗ് ആണ് മറ്റൊരാൾ. രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ നിരയിൽ പോലും അംഗീകാരമുള്ള ഒരു നേതാവ് എന്ന രീതിയിലാണ്. അമിത്ഷാ അദ്ദേഹം മാറുന്നു, സംഘടനാ തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നീങ്ങിയേക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണം പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. നിർമ്മലാ സീതാരാമന്റെ കാര്യം അതുപോലെ തന്നെ എസ് കെ എൻ വളരെ വലിയ രീതിയിൽ അവർ ഈ സംഘടനാ ചുമതലകളിലേക്ക് മാറാനായിട്ട് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷേ പ്രധാനമന്ത്രി അവരെയും ഈ സംഘടനാ ചുമതലകൾക്ക് ഉപരിയായി മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾ ആ ചടങ്ങിലേക്ക് എത്തുന്നു. ഷാരൂഖ് ഖാൻ അടക്കം ഇവിടെ മോഹൻലാലിനടക്കം പ്രത്യേക ക്ഷണമുണ്ട്. നേരിട്ട് പ്രധാനം ക്ഷണിച്ചാണ് മോഹൻലാൽ, പക്ഷെ അവിടെ കണ്ടില്ല. എന്തായാലും ഉണ്ടാവുമായിരിക്കും അല്ലേ? മോഹൻലാൽ അടക്കം ഉണ്ടാവുമായിരിക്കും. പറഞ്ഞു, അറിയിച്ചു. അപ്പോൾ അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സെലിബ്രിറ്റികൾ നേരത്തെ ഒരു ബോളിവുഡ് നടനെ കണ്ടിരുന്നു നമ്മൾ. ഇപ്പോൾ ഷാരൂഖ് ഖാനെ നമ്മൾ കാണുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട അതിഥികൾ അങ്ങോട്ടേക്ക് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയാണ്. രാഷ്ട്രത്തിന്റെ തലവന്മാർ ഭൂട്ടാന്റെ, നേപ്പാളിന്റെ, മാലദ്വീപിന്റെ, നമ്മുടെ രാജ്യത്തിന് ചുറ്റും കിടക്കുന്ന അയൽ രാജ്യങ്ങളിലൊക്കെ തലവന്മാർ, നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ 8,000 അംബാനിയുടെ പുത്രൻ അടക്കമുള്ളവർ അങ്ങോട്ട് ആനന്ദ് അംബാനി അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ 8,000-10,000 അതിനിടയ്ക്ക് ഒരു കാര്യം പറയണം. ആനന്ദ് അംബാനിക്ക് നമ്മുടെ ഒരു വീഡിയോ അയച്ചു കൊടുത്തിരുന്നു 24-ന്റെ. അപ്പൊ അദ്ദേഹത്തെ കണ്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവും 24 കണ്ടു എന്ന് വിചാരിക്കണ്ട. കാര്യം അദ്ദേഹം ഗുജറാത്തിൽ നടത്തിയ പരീക്ഷ ഉണ്ടല്ലോ, കൃത്യമായ ഒരു വനം ഉണ്ടാക്കി ഏക്കർ കണക്കിന്. അപ്പൊ ആ വനത്തിൽ നമ്മൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്
നമ്മൾ സംപ്രേഷണം ചെയ്തു. അതിന്റെ വീഡിയോ ക്ലിപ്പാണ്. എന്നാൽ കേരളത്തിൽ വന്നാൽ 24-നെ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ആന അത് വനതാര എന്നാണ് അതിന്റെ. അതും സന്തോഷമുള്ള രീതിയാണ്. എനിക്കൊന്ന് ഒരുപാട് VVIPകൾ വന്നു കഴിഞ്ഞു അല്ലേ? ഒരു കാര്യം, മിക്കവാറുമുള്ള സൂപ്പർ സ്റ്റാറുകളെയൊക്കെ അദ്ദേഹം ക്ഷണിച്ചിരുന്നു എല്ലാ സംസ്ഥാനത്തും. മോഹൻലാലിന് ഒരു അവസരം മിസ്സായി, ഷൂട്ടിംഗ് ഷെഡ്യൂളിന്റെ തിരക്കാണ്. അപ്പോൾ എന്തായാലും വലിയൊരു ജനക്കൂട്ടം സാക്ഷിയാക്കാൻ പോകുന്നു. ഇതൊരു ചെറിയ ജനക്കൂട്ടമല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ VVIPകൾ അടങ്ങിയ ഒരു ജനക്കൂട്ടമാണിത്. ഒരുപക്ഷെ ഡൽഹി കണ്ട ഏറ്റവും നല്ല സത്യപ്രതിജ്ഞ ചടങ്ങുകളിലൊന്ന് ഇത് തന്നെ ആയിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ രാഷ്ട്രത്തലവന്മാർ കുറച്ചാണ് വരുന്നതെങ്കിൽ പോലും ഇതിൻ്റെ ശോഭയോ അതിൻ്റെ പ്രഭയോ ഒട്ടും മങ്ങുന്നില്ല. തീർച്ചയായിട്ടും വലിയ സത്യപ്രതിജ്ഞ ചടങ്ങാണ് 7:15 നടക്കാൻ പോകുന്നത്. ഒരു പ്രേക്ഷകൻ എഴുതുകയാണ്, സുരേഷ് ഗോപി നടന്നു വരുന്നത് പോലും ഒരു ഗംഭീര വരവാണല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ അദ്ദേഹം വല്ലാത്തൊരു സസ്പെൻസ് ഉണ്ടാക്കി കളഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു കേന്ദ്രമന്ത്രിയാകാൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ പോകാൻ ആലോചിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്ന് ഈ മുൻനിരയിലുള്ള നേതാക്കന്മാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 60 മന്ത്രിമാർ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ വലിയ മാറ്റങ്ങൾ പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഉണ്ടാകാൻ കുറച്ച് വിവാദത്തിൽ പെട്ടുപോയി. ലോക്സഭയിൽ നിന്ന് ജയിച്ചതാണ് കങ്കണ. ഈ സത്യപ്രതിജ്ഞയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ വിവാദത്തിൽ നിയമം കയ്യിലെടുത്തു. അടിക്കരുത്, അങ്ങനെ ചെയ്തു. മാത്രമല്ല അതൊരു MP ഒക്കെ കൈവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിയോജിപ്പുകളുണ്ടെങ്കിൽ വിയോജിപ്പുകൾക്ക് അറിയിക്കേണ്ട മാർഗം എന്തായാലും അതല്ല. അപ്പൊ എന്തായാലും അവിടെ പൂഴിവാരിയിട്ട് നമുക്ക് ഇനിയിപ്പോ സത്യപ്രതിജ്ഞയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബ്രേക്കുകൾ എടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബ്രേക്ക് അങ്ങ് എടുത്തല്ലോ. ഒരു കുഞ്ഞു ബ്രേക്ക് പോയി വേഗം മടങ്ങി വരുന്നു. പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരുക. ഇതിന്റെ സമയോചിതമായ തത്സമയ വിവരങ്ങളുമായി നമ്മൾ വീണ്ടും നിങ്ങൾ ഒപ്പം ചേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.